ദൈവദാസന്മാർ ദൈവമക്കളേവർക്കും വേഗമെന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൂടെ വന്ദനം അറിയിക്കുന്നു. ശേഷാൽ ഇന്ന് പകലും രാത്രിയും നമ്മുടെ മധ്യയിൽ ശുശ്രൂഷിപ്പാൻ കടന്നു വന്ന കർത്താവിന്റെ ദാസൻ ജെയിംസ് യോഹന്നാനായി സ്തോത്രം ചെയ്യുന്നു. ദാസിനെ ദൈവശക്തമായി ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാൻ ആലോചനകളൊക്കെ ദൈവസഭയോട് പറയുവാൻ ദൈവം കരങ്ങളിലെടുത്തു. അതിനായി നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. രാത്രിയും ആ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യയിലുണ്ട്. ആരെയും ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം രാത്രിയിൽ അവരെല്ലാവരും അനുഭവിപ്പാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തിലായിരിക്കാം. IPC ആറ്റിങ്ങൽ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ, അതുപോലെ ഡിസ്ട്രിക്റ്റിന്റെ സെന്ററിന്റെ വൈസ് പ്രസിഡന്റ് ഒക്കെയും ആയിരിക്കുന്നു. മാത്രമല്ല ദൈവം തന്നെ അയക്കുന്ന സ്ഥാനങ്ങളിലൊക്കെ പോയി നാളുകളിൽ അനേക ദൈവസഭകൾക്ക് ഒരു അനുഗ്രഹമായി കർത്തദാസനെ ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നാം രാത്രികാലം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം കൃത്യമായി നമ്മോട് സംസാരിക്കാനിടയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ വിഷയം അത്, നമ്മുടെ ഹൃദയം അത്, നമ്മുടെ സാഹചര്യം അത്, നമ്മുടെ ഭവനത്തിന്റെ അന്തരീക്ഷം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ അന്തരീക്ഷം എല്ലാം അറിയുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യ കടന്നു വന്നിട്ടുണ്ട്. നമ്മെ ബലം നൽകി, കാലയത്തിന് ബലം നൽകി പിടിച്ചടക്കുവാൻ കർത്താവ് അയച്ചതുപോലെ നമ്മെ ഈ കാലഘട്ടത്തിൽ ശക്തമായി ഉപയോഗിക്കാൻ ദൈവത്തിന്റെ ശക്തി രാത്രി നമ്മുടെ മധ്യ പിന്നെ പകർന്നുകൊണ്ടിരിക്കും. അതിനാൽ വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ ദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചു. ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസവും ദൈവവചനവും കർത്താവിന്റെ സാക്ഷിയാണ്. നിൽപ്പാൻ സർവശക്തനായ ദൈവം ജീവിതത്തിൽ ഒരുക്കിയ അസുലഭമായ നിമിഷങ്ങളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്വാഗതം ചെയ്യുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ക്രിസ്തുവിൽ പ്രസിദ്ധനായ സഭയുടെ സീനിയർ ശുശ്രൂഷകൻ TM കോശി അവർക്ക് ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്തൃകരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കുന്ന ജോബിൻ ജോസഫ് അവർക്ക്, ബഹുമാന്യരായ എല്ലാ മാതാപിതാക്കളും, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും അതിനാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. വന്നിട്ടുണ്ടല്ലോ, പ്രത്യേക വന്ദനത്തെ പറയുന്നു. എന്നെ ഇവിടെ പകൽ പരിചയപ്പെടുത്തിയതുപോലെ എൻ്റെ പേര് ജെയിംസ് യോഹന്നാൻ എന്നാണ്. സ്വദേശം ആലപ്പുഴ ജില്ലയിൽ കരുവാറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഒരു 16 വർഷം കൊണ്ട് ഈ തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ ദേശത്ത് കർത്താവിൻ്റെ വേലയോടുകൂടി ആയിരിക്കുന്നു. എൻ്റെ പിതാവിനിപ്പം 100 വയസ്സ് കഴിഞ്ഞു. 75 വർഷത്തിന് മുൻപാണ് എൻ്റെ മാതാപിതാക്കൾ യേശുവിനെ പെന്തക്കോസ് പാരമ്പര്യത്തിൽ നിന്നും അറിയാൻ കഴിയാത്ത നിമിഷത്തിൽ മർത്തോമ പാരമ്പര്യ കുടുംബത്തിൽ നിന്ന് എൻ്റെ മാതാപിതാക്കൾ യേശുവിന് നിന്നു. സമയത്തിൻ്റെ പരിധികളെ ഞാൻ മനസ്സിലാക്കുന്നു. 1 മിനിറ്റ് സാക്ഷ്യം പറഞ്ഞിട്ട് ദൈവജന ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. നാട്ടുകാരും വീട്ടുകാരും സ്വന്തം കുടുംബക്കാരും എല്ലാം തള്ളി, എന്നാൽ തള്ളാത്തൊരു അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ 10 മക്കളെ, ചിലർക്കൊക്കെ ജീവിതം 10 മക്കളെ ദാനമായി കൊടുത്തു. ഒരാൾ 1.5 വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഈ ബാക്കി 9 മക്കളുണ്ട്. കൃപയാൽ 9 മക്കളിൽ 9 പേരും സുവിശേഷകരാണ്. തണുത്ത ഹല്ലേലൂയ പറയാതെ നല്ലൊരു ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ കെട്ടുമണിക്ക് സ്വതന്ത്രം എന്നെയും തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ പ്രവർത്തികളെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്വാഗതം ചെയ്യുന്നു. യാതൊരു യോഗ്യതയില്ലാത്ത എന്നെയും തിരഞ്ഞെടുത്ത് ദൈവരാജ്യത്തിന്റെ കെട്ടുമണിക്ക് വേണ്ടി ഉപയോഗിച്ച ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതകളെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ വൈഫിന്റെ പേര് ആൻസി എന്നാണ്. സ്വതന്ത്രം ഞാൻ പകൽ ഓർപ്പിച്ചതുപോലെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ശക്തമായി നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകിയാണ്. സ്വതന്ത്രം ദൈവം ഞങ്ങൾക്ക് 2 തലമുറകളെ തന്നിട്ടുണ്ട്. ഒരാൾ അഹരോൻ എന്നും ആരോൻ എന്നും, രണ്ടാമത്തെ ആൾ മോസസ് എന്നുമാണ്. മോശ എന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത്. 2 മക്കളുടെ ജനനം അത്ഭുതമായി.
ഹാലലൂയ. ജീവിത വഴികളിൽ എല്ലാം അത്ഭുതമായിരുന്നു. യോബിദാസിനെ കുറച്ചൊക്കെ അറിയാം. സ്തോത്രം. ദൈവം വഴി നടത്തുന്ന വിശ്വസ്തതകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. മുഖവുരകളെയൊക്കെ സ്തോത്രം അവസാനിപ്പിച്ചുകൊണ്ട് ദൈവജന ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ പരിശുദ്ധാത്മാവ് ദൂതിലെ വാക്യം സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൻ്റെ ആരംഭം മാത്രം വായിച്ചാൽ മതിയാകും. 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൻ്റെ ആരംഭം. അവൻ സകലവും അതതിന്റെ സമയത്ത് മതി. അവൻ സകലതും അതതിന്റെ സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ സഹോദരൻ. എൻ്റെ പ്രസംഗ വിഷയത്തിൻ്റെ ടൈറ്റിൽ ഇതാണ്: അവൻ സകലതും അതതിൻ്റെ സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവം. അടുത്ത ഭാഗം നമുക്ക് പിന്നെ ചിന്തിക്കാം. സഹോദരം, എന്താണ് മോളെ എൻ്റെ പ്രസംഗ വിഷയത്തിൻ്റെ ടൈറ്റിൽ പറഞ്ഞേ? അവൻ സകലതും. എല്ലാവരും പറഞ്ഞേ, അവൻ സകലതും അതതിൻ്റെ സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവം. അത്രയും മതി. പിന്നെ നമുക്ക് ബാക്കി ചിന്തിക്കാം. ഈ പുസ്തകം എഴുതിയത് ശലോമോനാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവവചനത്തിലൂടെ വ്യക്തിപരമായി മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളെ ഇന്നും കർത്താവ് നമ്മോട് സംസാരിക്കും. കാരണം കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ഇരുന്നാൽ മതി. സ്തോത്രം. കർത്താവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും, സ്തോത്രം, എല്ലാ നന്മകളും, ഹല്ലേലൂയ, എല്ലാ കാര്യങ്ങളും കർത്താവ് ചെയ്യും. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ. നമുക്കറിയാം ഈ പുസ്തകം എഴുതിയത് ആരാ? ശലോമോൻ. ശലോമോനോട് കർത്താവ് ചോദിച്ചു ഒരു ദിവസം, നിനക്കെന്നാ വേണ്ടേ? ഇന്നും നമ്മോട് ചോദിക്കുക. ഫ്ലെവിൻ മോനോട് ഇപ്പോൾ കർത്താവ് ചോദിക്കുക, എന്നാ മോന് വേണ്ടേ എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ എന്തു പറയും? ഒരുപാട് കാര്യങ്ങൾ കാണും അല്ലേ? സ്തോത്രം. എനിക്ക് വാഹനം വേണം, എനിക്ക് നല്ലൊരു വീട് വേണം, എനിക്ക് നല്ലൊരു ജോലി വേണം, എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട സ്തോത്രം ഒരു വിവാഹം വേണ്ടേ എന്നൊക്കെ നമ്മളെല്ലാവരും സ്തോത്രം പറയാറുണ്ട് അല്ലേ? ഒരുപാട് ഭൗതിക നന്മകളാണ് നമ്മൾ പറയാറുള്ളത് സ്തോത്രം. എന്നാൽ ഈ ശലോമോനോട് കർത്താവ് ചോദിച്ച് നിനക്ക് എന്താ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, കർത്താവേ, ഈ ജനത്തെ നയിക്കാൻ ആവശ്യമായ ഒരസാധാരണമായ ജ്ഞാനം എൻ്റെ മേൽ പകരണം കർത്താവേ. ഒരസാധാരണമായ ജ്ഞാനം അവൻ്റെ മേൽ പകർന്നു നൽകിയാൽ അവനറിയാം അവനെ ഒരു വ്യത്യസ്തനാക്കി മാറ്റാൻ ഇതിന് കഴിയും. ഇന്ന് ഈ 2-ാം ദിവസം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക, ഒന്നും നമുക്ക് വേണ്ട. ഇന്ന് രാത്രിയിൽ ഒരസാധാരണമായ ജ്ഞാനത്താൽ, ഒരസാധാരണമായ ദൈവകൃപയാൽ, ഒരസാധാരണമായ ദൈവശക്തിയാൽ എന്നെ നിറയ്ക്കണമെന്ന് പറയുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. അവരെ അസാധാരണ ജ്ഞാനമാക്കി പരിശുദ്ധാത്മാവ് തീർക്കും. 2 പക്ഷമില്ല കേട്ടോ. അസാധാരണമായ ജ്ഞാനം നിന്റെ മേൽ പകർന്നു കഴിയുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ഒരു വ്യത്യസ്തനാക്കി മാറ്റാൻ റഖമന ഘടക തുനിയ മനൽഖമന ഘടകം ദുരംഭനം പരാധികന ഘടക ശമന ഘടകതനയ കൃപ 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 കൃപ. 1000 പേരിൽ ഒരുവനായിട്ടല്ല നമ്മെ അറിയപ്പെടേണ്ടത്. 100 പേരിൽ ഒരുവനായിട്ടല്ല നമ്മെ അറിയപ്പെടേണ്ടത്. 1000 പേരിൽ 100 പേരിൽ ഒരു വ്യത്യസ്തനായി വിളങ്ങാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാ. അതുകൊണ്ട് ഒരസാധാരണമായ ദൈവകൃപ എൻ്റെ മേൽ പകർന്നു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. എനിക്ക് നൽകിയ ജനത്തെ നയിപ്പാൻ ആവശ്യമായ ഒരു ജ്ഞാനം എൻ്റെ മേൽ പകരണമേ, എൻ്റെ ബുദ്ധിമണ്ഡലങ്ങൾ എൻ്റെ മേൽ പകരണമേ എന്ന് ശലോമോൻ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ കണ്ടോ, ഒരസാധാരണമായ ജ്ഞാനം അവൻ്റെ മേൽ ദൈവം പകർന്നു. ശലോമോന്റെ ശേഷവും ശലോമോന്റെ മുൻപും പിൻപും ഇങ്ങനെ ഒരാൾ എന്ന് പറഞ്ഞാൽ അസാധാരണമായ ജ്ഞാനമുള്ള ആൾ ഉലകത്തിൽ പുറന്നട്ടയില്ല. അതാണ് ദൈവം നിനക്കൊരു സമ്മാനം നൽകിയാൽ, ദൈവം നിനക്കൊരു ഗിഫ്റ്റ് നൽകിയാൽ, ഒരു അസാധാരണമായ ജ്ഞാനത്താൽ ദൈവം നിറച്ചാൽ, നിന്റെ ശേഷവും നിന്റെ പിൻപും നിന്റെ മുൻപും ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നോ എന്ന്
പോലും ചരിത്രത്തിന്റെ ഏടുകളിൽ പരതി നോക്കിയാൽ കാണാൻ കഴിയാത്ത നിലവാരങ്ങളിൽ ദൈവം നിന്നെ എടുത്തുപയോഗിക്കുന്ന നിമിഷങ്ങൾ അതിവിദൂരമല്ലെന്ന് ഇന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവ് ദൂത് പറയുക. വിശ്വസിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. അവരെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ തലമുറയിൽ ദൈവം ഉപയോഗിക്കാൻ പോകുന്ന അനുഗ്രഹിത ഒരു അഭിഷക്തനാക്കി അവനറിയാം, ഒരു അസാധാരണമായ ജ്ഞാനം എൻ്റെ മേൽ പകർന്നു നൽകിയാൽ എന്നെ ഒരു വ്യത്യസ്തനാക്കി മാറ്റുമെന്ന് അവൻ അറിയാം. അതാണ് അവൻ അസാധാരണമായ ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചത്. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാ പറയുക, നിന്റെ മേൽ പകരുന്ന ദൈവകൃപ, അതിൻ്റെ അളവ്, അതിൻ്റെ വലിപ്പം നാം ഒന്ന് അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു കേട്ടോ. വെറും സ്തോത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരഭിഷേകത്തിന്റെ ശക്തിയല്ല, വെറും അന്യഭാഷ പറഞ്ഞ് നടത്തുന്ന ഒരു ദൈവകൃപയല്ല നമ്മിൽ പകർന്നിരിക്കുന്നേ. പിന്നെ എന്നാ ആ ദൈവശക്തി, എന്നാ ദൈവകൃപ എന്നറിയാമോ? മരണത്തിന്റെ ചങ്ങലകളെ അഴിച്ചു മാറ്റി ദൈവരാജ്യത്തിലെ പ്രഘോഷിക്കുന്ന ശക്തമായ ഒരു ദൈവശക്തി നമ്മുടെ അധരത്തിന്റെ മേൽ, നമ്മുടെ ശരീരത്തിന്റെ മേൽ ഒന്നിറങ്ങി വന്നാൽ നമ്മെ വ്യത്യസ്തനാക്കി മാറ്റാൻ, നമ്മെ വ്യത്യസ്തയാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതി കൊണ്ട് തിരിച്ചറിഞ്ഞ ആത്മാവിൽ ആരാധിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. ഇതിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ സാന്നിധ്യം നിന്റെ അടുത്തിരിക്കുന്നവർ ആരാധിച്ചോ എന്നുള്ളതല്ല, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ ആ നിയോഗത്തിന്റെ കരം വെളിപ്പെടുകയാ. ഓ രാമാന ശാഥരാമാന ഹന്തരാജഗനയാ. ഒരു വ്യത്യസ്തമായ ജ്ഞാനം അവന്റെ മേൽ പകർന്നു നൽകിയപ്പോൾ അടുത്ത സംസ്ഥാനത്ത്, അടുത്ത രാജ്യത്തിൽ നിന്ന് പോലും കണ്ട ശേബ രാജ്ഞി വലിയ സമ്മാനങ്ങളുമായി അവനെ കാണാൻ അവന്റെ കൊട്ടാരത്തിൽ വന്നു. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവസഭയോട് ആത്മാവിൽ ഒരു ദൂത് പറയാം. ദൈവമക്കളോട് ആത്മാവിൽ ഒരു ദൂത് പറയാം. നിന്റെ മേൽ പകർന്നിരിക്കുന്ന, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയും ഒരു ദൈവകൃപയുടെ വ്യാപാര ശക്തിയും നമ്മുടെ മേൽ നിറഞ്ഞു കഴിയുമ്പോൾ ഹല്ലേലൂയ, അയൽവക്കത്തുള്ളവർ പോലും, അന്യായ ദേശത്തിൽ നിന്നുള്ളവർ പോലും നമ്മെ കാണാൻ ഇങ്ങോട്ട് വരും. നാം അങ്ങോട്ട് പോകണ്ട. ദൂതേറ്റെടുക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. നാം അങ്ങോട്ട് പോകണ്ട. നമ്മെ തിരക്കി ഉടമന ഹന്തര ആലയത്തെ തിരക്കി, PMG ചർച്ചിനെ തിരക്കി, ആലയത്തിനകത്ത് വരുന്ന ഒരു രംഗം ആത്മാവിൽ ഞാൻ കാണുകയാ എന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം. തിരിച്ചറി. ഈ രണ്ടാം ദിവസം ഒരു അഭിഷേകത്തിന്റെ ശക്തിയായി മാറട്ടെ. ഉടമന ശത്രുവിന്റെ സംഘടിത ശക്തികളെ തകർക്കുന്ന ഉടമന ഹന്തര ഒരു അഭിഷേകത്തിന്റെ ശക്തിയായി നിന്നെ ഒരു വ്യത്യസ്തനാക്കി. കുഞ്ഞുങ്ങളുടെ മേൽ ആ ദൈവശക്തി പകരുകയാ. ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് ഉടമന വിട്ടുകൊടുത്ത് ദൈവത്തെ ആരാധിച്ചോ. ഈ രാത്രിയിൽ ഒരു മഹത്വം നീ കാണാൻ പോകുകയാ. നാളിതുവരെ നിന്നെ തടഞ്ഞ ശക്തികൾ, നാളിതുവരെ നിന്നെ മുന്നോട്ട് വിടാതെ ഉടമന നിന്റെ ബുദ്ധി മണ്ഡലങ്ങളെ കെട്ടിയ കെട്ടുകൾ യേശുവിന്റെ നാമം ചൊല്ലി जाना धारा माना धूरा माना जाना धारा माना झाला धारा माना झूडा माना വേരകത്തി മാനഗരം ധം വരകം ധമനം ധൂട ഘടക ചാല ചരകം ദലകം ദരകം ദലകം ദരകം. യെസ്. ധൂട മാന ഝാല ധാര മാന ധൂര മാന ജാന ധാര. അസാധാരണമായ ജ്ഞാനം തരുത്തില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ശത്രുവിന്റെ കരങ്ങളെ കണ്ണിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഒരു അസാധാരണമായ ജ്ഞാനം കൊണ്ടും ഒരു അസാധാരണമായ ദൈവകൃപ കൊണ്ടും ദൈവം നിന്നെ നിറയ്ക്കുന്ന രാത്രിയാണെന്ന് പറയുമ്പോൾ ദൂതേറ്റെടുത്ത ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അവനിൽ പകർന്നിരിക്കുന്ന ജ്ഞാനം എന്തെന്നറിയാൻ അയൽ രാജ്യത്ത് നിന്ന് പോലും രാജ്ഞി ശേബ രാജ്ഞി വിലയേറിയ സമ്മാനങ്ങളുമായി അവനെ കാണാൻ രാജകൊട്ടാരത്തിൽ വന്നു.
ഹല്ലേലൂയ. കണ്ടോ, ഈ അസാധാരണമായ ജ്ഞാനം അവന്റെ മേൽ പകർന്നു കഴിഞ്ഞപ്പോൾ അവനൊരു വ്യത്യസ്തനായി മാറി. സ്തോത്രം. രാജാവായി വിളങ്ങാൻ അവന് സ്തോത്രം ഒത്തിരി അവസരങ്ങൾ ഉള്ളപ്പോൾ തന്നെ ദൈവം പകർന്നിരിക്കുന്ന ജ്ഞാനം കൊണ്ട് ഹല്ലേലൂയ 66 പുസ്തകങ്ങളടങ്ങിയ വിശുദ്ധ ബൈബിളിലെ 3 പുസ്തകങ്ങളുടെ രചനയ്ക്കായി സ്വർഗം അവന്റെ കരാങ്കുലികൾ ഉപയോഗിച്ചു. ശ്രദ്ധിക്കണേ, അവനിൽ പകർന്നിരിക്കുന്ന അസാധാരണമായ ജ്ഞാനം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, 66 പുസ്തകങ്ങളടങ്ങിയ 3 പുസ്തകങ്ങൾ: സദൃശ്യ, സഭാപ്രസംഗി, ഉത്തമഗീതം. ഈ 3 പുസ്തകങ്ങൾ വളരെ വിലപ്പെട്ട പുസ്തകങ്ങളാണ്. അത് വായിക്കുന്നവർക്ക് മനസ്സിലാകും ഇവന്റെ ജ്ഞാനം എത്ര വലുതാണെന്ന്. ഹല്ലേലൂയ. മറ്റുള്ള പുസ്തകങ്ങളെക്കാൾ വിഭിന്നമായ, മറ്റുള്ള പുസ്തകങ്ങളെക്കാൾ വ്യത്യസ്തപരമായ ശൈലിയിൽ, മറ്റുള്ള പുസ്തകങ്ങളെക്കാൾ വ്യത്യസ്തപരമാകുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഭക്തൻ അവന്റെ അധരത്തിൽ പകർന്നു നൽകുന്ന അവന്റെ സ്തോത്രം അവന്റെ കരാങ്കുലികൾ കൊണ്ട് എഴുതപ്പെട്ട മനോഹരമായ 3 പുസ്തകങ്ങൾ. അത് ഏറ്റവും അനുഗ്രഹ പുസ്തകമാണ്. കണ്ടോ, ഒരു രാജാവായി വിളങ്ങേണ്ടതിന് പകരം സ്തോത്രം രാജാവായിരിക്കുമ്പോൾ തന്നെ ജ്ഞാനികളുടെ ജ്ഞാനി എന്ന അപരനാമത്താൽ അറിയപ്പെടുന്ന ശലോമോൻ കണ്ടോ 3 പുസ്തകങ്ങൾ എഴുതി. ആ പുസ്തകങ്ങൾ കാതലായ ഈടുറ്റ പുസ്തകങ്ങളാണ്. സ്തോത്രം. 3 പുസ്തകങ്ങളെക്കുറിച്ചും വിശദീകരിക്കുവാൻ തക്കോണം ആഗ്രഹിക്കുന്നില്ല. നാം വായിച്ച സ്തോത്രം വേദഭാഗം സഭാപ്രസംഗിയുടെ പുസ്തകമാണ്. സ്തോത്രം. ഇനി ഒട്ടും സമയം നമ്മുടെ മധ്യത്തിൽ ഇല്ലാത്തത് കൊണ്ട് സ്തോത്രം അതിൻ്റെ 3-ാം വാക്യത്തിൻ്റെ 11-ാം വാക്യത്തിൻ്റെ ആരംഭം മാത്രമാണ് നാം വായിച്ച്. അവൻ സകലതും അതതിൻ്റെ സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവം. ശ്രദ്ധിച്ചേ, അവൻ സകലതും അതതിൻ്റെ സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അവൻ. എൻ്റെ കൂടെ വാ. അവൻ സകലതും അതതിൻ്റെ സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവം. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് ചിന്തിക്കാം. ശ്രദ്ധിച്ചേ, സ്തോത്രം. അവൻ സകലതും അതതിൻ്റെ സമയത്ത്. ഈ 3-ാം അധ്യായത്തിൻ്റെ ആരംഭം മുതൽ നാം പഠിച്ചാൽ നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നു. ആകാശത്തിൻ കീഴേ ഭൂമിയുടെ മുകളിൽ ആണോ? ആകാശത്തിൻ കീഴുള്ള സകല കാര്യത്തിനും, ആകാശത്തിൻ കീഴെ ഭൂമിയുടെ മുകളിൽ സ്തോത്രം സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. കണ്ടോ, ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. സകല കാര്യത്തിനും ഒരു കാലമുണ്ട്, ഒരു സമയമുണ്ട്, ഒരു കാലമുണ്ട്. ആദ്യത്തെ വാക്ക് ഇങ്ങനെ, ജനിക്കാനൊരു കാലം ഉണ്ടോ? ഉണ്ട്. സ്തോത്രം. കറക്റ്റ് ജനനം നടക്കണമെങ്കിൽ എത്ര മാസം, എത്ര ആഴ്ച? സ്തോത്രം. കറക്റ്റ് പ്രസവം നടക്കണമെങ്കിൽ 9 മാസം, 9 ദിവസം, 9 നാഴിക, 9 വിനാഴിക. ഇതാണ് കറക്റ്റ് ഡെലിവറി നടക്കുന്ന സ്തോത്രം സമയം. ഹല്ലേലൂയ. 9 മാസം പറഞ്ഞേ, 9 ദിവസം, 9 നാഴിക, 9 വിനാഴിക. സ്തോത്രം. ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് പറഞ്ഞെന്നിരിക്കട്ടെ, അല്ല ഞാൻ 12 മാസം കഴിഞ്ഞേ വരൂ. ഹലോ, ഞാൻ 12 മാസം കഴിഞ്ഞേ പുറത്ത് വരുത്തുള്ളൂ എന്ന് കുഞ്ഞ് ശടിച്ചാലും നോ. 9 മാസവും 9 ദിവസം കഴിഞ്ഞ് ഒരൊറ്റ ദിവസം പോലും ആ കുഞ്ഞിനെ ഉദരത്തിൽ വെച്ചേക്കത്തില്ല. സ്തോത്രം. ആ കുഞ്ഞിനെ പുറത്തെടുക്കും. ജനിപ്പാൻ ഒരു കാലമുണ്ട്. ഹല്ലേലൂയ. അടുത്തത് മരിക്കാൻ ഒരു കാലം ഉണ്ടോ? ഉണ്ട്. സ്തോത്രം. ബൈബിളും പ്രകാരം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖമത്രേ. അതു വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു, സ്തോത്രം, പലപ്പോഴും പറയാറുണ്ട്, സ്തോത്രം, ഇപ്പം 100-ാമത്തെ വയസ്സ് കഴിഞ്ഞു. 80 കഴിഞ്ഞ്
സ്വതന്ത്രം 20 വർഷം എക്സ്ട്രാ തന്നിരിക്കുക. നമ്മുടെ രാജീവ് പാസ്റ്ററിൻ്റെ സ്വതന്ത്രം പിതാവിന് 90 വയസ്സുണ്ടെന്ന് ഇന്ന് കേൾക്കാനിടയായി. ഈ പിതാക്കന്മാരൊക്കെ സ്വതന്ത്രം ദൈവം കൊടുത്ത ദീർഘായസ. ഇവിടെയുള്ള പിതാക്കന്മാരെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഒരു കൊടയൊക്കെ പിടിച്ച് പ്രിയ പിതാവ് വരുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം. സ്തോത്രം. ഒരു ആ പിതാവ് ഒന്ന് കൈ ഉയർത്തിക്കേ. അതേണ്ടേ സ്തോത്രം. ഒരു മഴ പെയ്താൽ സ്തോത്രം ആരോഗ്യമുള്ളവരെല്ലാം ഭവനത്തിൽ വിശ്രമിക്കുമ്പോൾ സ്തോത്രം മഴയെ അവഗണിച്ച് കടന്നു വന്ന പിതാവിനെയും സ്തോത്രം പിതാക്കന്മാരെയും സഹോദരി സഹോദരങ്ങളെ ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിന് മഹത്വം അർപ്പിക്കുക. സ്തോത്രം. ഒരു മഴ വരുമ്പോൾ തീരുന്ന വിശ്വാസം, ഒരു മഴ വരുമ്പോൾ തീരുന്ന പ്രത്യാശയല്ല നാം പ്രാപിച്ചിരിക്കുന്നത്. പഴയ കാലഘട്ടങ്ങളിൽ എനിക്ക് ഓർമ്മയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. മഴ പെയ്താൽ ഒരു കൊടയില്ല കേട്ടോ. സ്തോത്രം. വാഴയില. സ്തോത്രം. പിതാക്കന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. സ്തോത്രം. ഞാൻ അനുഭവിച്ചതാ. വാഴയില സ്തോത്രം ചൂടിക്കൊണ്ട് സ്തോത്രം 2 ഡ്രസ് എടുക്കും. ഒന്ന് അത് നനഞ്ഞ് വാഴയിലയിൽ നിന്ന് വീഴുന്ന വെള്ളം നനഞ്ഞ് സ്തോത്രം ശരീരം മുഴുവനാകും. എന്നാൽ ആലയത്തിൽ ചെന്ന് അത് മാറേണ്ടതിന് വേറൊരു ഡ്രസ്സും കൂടെ കരുതിക്കൊണ്ടേ പോകൂ. ഇന്നാരും മഴ കാണുമ്പോൾ ആരാധന മുടക്കുകയും സ്തോത്രം മുടക്കുകയും ചെയ്യുന്ന പതിവാണ് ആത്മീക ലോകത്തിൽ കണ്ട് വരുന്ന കാഴ്ച. എന്താ എല്ലാവരും സ്തോത്രം പറയാത്തെ? സ്തോത്രം. ഇവിടെ മാത്രമല്ല, എല്ലാ സഭയിലും നടക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തതിനായി ഞാൻ നന്ദിയോടെ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. അപ്പോൾ മരിക്കാനൊരു കാലം ഉണ്ടോ? മരിക്കാനൊരു കാലം. സ്തോത്രം. കർത്താവ് സ്തോത്രം നമ്മുടെ ജനനത്തിങ്കൽ സ്തോത്രം നെറ്റിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത്ര വർഷമേ ജീവിക്കത്തുള്ളൂ, ഇത്ര വർഷമേ ജീവിക്കത്തുള്ളൂ. ഇനി ശ്രദ്ധിക്കണം, കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുള്ള സമയത്തേക്കാൾ മുൻപേ എത്ര കോവിഡ് വന്നാലും എത്ര അപകടം വന്നാലും, ഞാൻ ഇങ്ങനെ പറയുന്ന അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാടിൻ്റെ ലോറി, പാണ്ടി ലോറി നമ്മുടെ ശിരസിന്മേൽ കൂടെ കയറി ഇറങ്ങിയാലും നാം മരിക്കത്തില്ല. കാരണം ദൈവം ഒരു വാഗ്ദത്തം നമ്മുടെ ശിരസിന്മേൽ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞിട്ടുള്ള സമയത്തിനേക്കാൾ മുൻപേ ഒരു ശക്തിയും നമ്മെ മരിപ്പിക്കാൻ കൊണ്ടുവരുമ്പോൾ ആ മരണക്കെട്ടുകളെ ദൈവത്തിന്റെ ആത്മാവ് അഴിച്ചു മാറ്റി ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം വെളിപ്പെടുമെന്ന് വിശ്വസിച്ച് ആരാധിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ട്. കോവിഡ് വന്നിട്ടും തകരാഞ്ഞതെന്താ? മാരകമാകുന്ന അസുഖം വന്നിട്ടും തകരാഞ്ഞതെന്താ? ദൈവം നമുക്കൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അത് നമ്മുടെ മരണ ദിവസമാണ്. മരിക്കാനൊരു കാലമുണ്ട്, മരിക്കാനൊരു കാലമുണ്ട്. അതിനിപ്പുറം എത്ര ശത്രു വെല്ലുവിളിച്ചാലും നമ്മെ സ്തോത്രം കർത്താവ് മരണത്തിന് വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയാം, അടുത്ത സെക്കൻഡ് നമുക്കുള്ളതല്ല, നമുക്കുള്ളതല്ല. കിട്ടുന്ന നിമിഷം കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാൻ കൃപ പ്രാപിച്ച ദൈവമക്കളുടെ അധരം തുറന്നുകൊണ്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇന്ന് ദൈവം എന്നെ കാണിച്ചതിനാൽ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയണം. ജീവനുള്ളവരുടെ ദേശത്തെ ജീവനുള്ള ദേഹികളാക്കി ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ കൃപ പ്രാപിച്ച ദൈവവൈദ്യരെ ഇന്ന് രാത്രിയിൽ പറ, എന്റെ മരണത്തിന് മുൻപേ ഞാൻ ദൈവത്തെ ആരാധിക്കും, ദൈവത്തെ സ്തുതിക്കും. ദൈവം ഒരു നിശ്ചയിച്ചിട്ടുണ്ട് മരണം, ഇല്ലേ? അതിന്റെ കാലം. അപ്പോൾ മരിക്കാനൊരു കാലം, നടുവാനൊരു കാലം, നടുവാനൊരു കാലം, നടുവാനൊരു കാലം. സ്തോത്രം. എല്ലാ വാക്യങ്ങളും വായിപ്പിച്ച് സ്തോത്രം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രദ്ധിക്കുക. നടുവാനൊരു കാലം, നട്ടത് പറിക്കാനൊരു കാലം, സ്തോത്രം കൊല്ലുവാനൊരു കാലം, സൗഖ്യമാക്കാനൊരു കാലം, ഇടിച്ചു കളയാനൊരു കാലം, പണിയാനൊരു കാലം, കരവാനൊരു എന്നും കരഞ്ഞുകൊണ്ടിരിക്കത്തില്ല. പിന്നെ ചിരിക്കാനൊരു കാലം. കരഞ്ഞുകൊണ്ടിരിക്കാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന. പിന്നെ ചിരിക്കുവാനും നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. അടുത്ത വിലപിക്കാൻ ഒരു കാലം. എന്നും വിലപിച്ചുകൊണ്ടിരിക്കത്തില്ല, എന്നും വിലപിച്ചുകൊണ്ടിരിക്കത്തില്ല.
ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, എൻ്റെ വിലാപങ്ങളെ എനിക്ക് നൃത്തമാക്കി. വിലപിക്കാൻ ഒരു കാലം, അടുത്ത കാലം വരുന്നുണ്ട്. എന്ത്? നൃത്തം ചെയ്യാൻ ഒരു കാലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിലപിക്കാൻ ഒരു കാലം ഉണ്ടെങ്കിൽ എന്നും വിലപിച്ചുകൊണ്ടിരിക്കത്തില്ല. പിന്നെ നൃത്തം ചെയ്യാൻ ഒരു കാലം കൂടെ കർത്താവ് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വിലപിക്കാൻ ശത്രു ശക്തമായി വെല്ലുവിളിക്കുമ്പോൾ ശത്രുവിന്റെ കരങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് അപ്പുറത്തൊരു കാലം നമുക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? നൃത്തം ചെയ്യാൻ ഒരു കാലം. നൃത്തം ചെയ്യാൻ ഒരു കാലം. ഇന്ന് രാത്രിയിൽ എത്ര പേർക്കും നൃത്തം ചെയ്ത് ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ കഴിയുന്നുണ്ട്? അവരെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്തുകൊണ്ടാണ് നീ നൃത്തം ചെയ്യേണ്ടെന്ന് അറിയാമോ? പ്രതിസന്ധികളുടെ മേൽ, ഹല്ലേലൂയ, പരാജയങ്ങളുടെ മേൽ, ബുദ്ധിമുട്ടുകളുടെ മേൽ ദൈവം നിന്നെ നിർത്തിയ ദൈവകൃപയെ ഓർത്തു കഴിഞ്ഞപ്പോൾ, 4 വഴികളും പ്രതികൂലമായപ്പോൾ നിനക്ക് വേണ്ടി ദൈവം വഴി തുറന്നിട്ടുണ്ടെങ്കിൽ നൃത്തം ചെയ്തോണം, ദൈവത്തെ സ്തുതിച്ചോണം കേട്ടോ. ദൈവത്തെ വാഴ്ത്തിക്കോണം, ദൈവത്തെ സ്തുതിച്ചോണം. നൃത്തം ചെയ്ത് ആരാധിക്കാൻ ഒരു കാലം. മൂന്നാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഓരോന്നായി പരിശോധിച്ചാൽ എല്ലാത്തിനും ഒരു കാലമുണ്ട്, എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് ഭക്തൻ പഠിപ്പിക്കുമ്പോൾ അതിന്റെ 10ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടോ? അപ്പൊ ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാടുകൾ, അതിന്റെ കാലം, അതിന്റെ സമയം ഞാനത് കണ്ടിട്ടുണ്ട്. അതുര പരമ ശമന ഘടക. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ഒത്തിരി വേദനകൾ നീ അനുഭവിക്കുന്നുണ്ടോ? ഒത്തിരി ഞെരുക്കം നീ അനുഭവിക്കുന്നുണ്ടോ? എല്ലാവരും തള്ളപ്പെടുന്ന അനുഭവമാണോ? കുഞ്ഞെ ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. കഷ്ടതയിൽ നിന്നും ഹല്ലേലൂയ കഷ്ടത മാറാൻ നിങ്ങൾ ആരും പ്രാർത്ഥിക്കരുത്. കഷ്ടത മാറത്തില്ല. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ. കണ്ടോ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾ ദൈവം അനുവദിച്ചു തരുന്ന കഷ്ടപ്പാടുണ്ട്. പിശാച് കൊണ്ടുവരുന്ന കഷ്ടപ്പാടുണ്ട്. പിശാച് കൊണ്ടുവരുന്ന കഷ്ടപ്പാട് നമ്മെ തകർക്കാനും നമ്മെ മുടിക്കുവാനും വരുമ്പോൾ ദൈവം തരുന്ന കഷ്ടപ്പാട് എന്തിനാണെന്നറിയാമോ? നിന്നെ പൊന്നുപോലെ പണിയപ്പെടേണ്ട ചില ഭാഗങ്ങളിൽ പണിയപ്പെട്ട് തിളങ്ങുന്ന ഒരു മുത്താക്കി ദൈവാത്മാവ് പുറത്തെടുക്കാൻ കുഞ്ഞ് അല്പമാകുന്ന പ്രതിസന്ധികളും അല്പമാകുന്ന കഷ്ടതകളും അല്പമാകുന്ന വേദനകളും ഒന്ന് വന്നേ ഉള്ളൂ. ആ കഷ്ടത നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ ഓർത്തോണം, അപ്പുറത്ത് ചലിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഉണ്ട്. ചലിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഉണ്ട്. ചലിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഉണ്ട്. എത്ര പേർക്ക് സ്തോത്രം ചെയ്ത് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയും? കഷ്ടത വരുമ്പോൾ തകർന്നു പോകുന്ന ഒരു വിശ്വാസത്തെ അല്ല നമ്മൾ പ്രാപിച്ചിരിക്കുന്നേ. കഷ്ടതയിലും അതിജീവിക്കുവാൻ പ്രാപ്തി തരുന്ന ഒരു ദൈവത്തിന്റെ കൃപ. അതല്ലേ അപ്പോസ്തലനായ പൗലോസിനോട് ദൈവം പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി പറഞ്ഞേ ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു. ദൈവശക്തി അവന്റെ മേലൊന്ന് വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവകൃപ അവന്റെ മേലൊന്ന് വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവന്റെ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസം വന്നു. പിന്നെ കഷ്ടത മാറാൻ വേണ്ടി അവൻ പ്രാർത്ഥിച്ചില്ല, പിന്നെ ശൂലം മാറാൻ വേണ്ടി അവൻ പ്രാർത്ഥിച്ചില്ല. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥനയുടെ വ്യത്യസ്തപരമാകുന്ന അനുഭവങ്ങളിൽ അവൻ പ്രാർത്ഥിക്കുക. അങ്ങനെ ദൈവമേ, ആ ദൈവശക്തി എൻ്റെ മേലൊന്ന് ഇറങ്ങണം, എൻ്റെ മേൽ ആ ദൈവശക്തി ഒന്ന് ആവസിക്കണം. കണ്ടോ, എൻ്റെ മേൽ ദൈവശക്തി ഒന്ന് ആവസിക്കണം, എൻ്റെ മേൽ ആ ദൈവകൃപ ഒന്ന് ആവസിക്കണം, എൻ്റെ മേൽ ആ ദൈവശക്തി ഒന്ന് വ്യാപരിച്ചാൽ എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയായി അത് മാറും. കണ്ടോ, കഷ്ടത ജീവിതത്തിൽ വന്നോട്ടെ, പട്ടിണി ജീവിതത്തിൽ വന്നോട്ടെ, ഉപദ്രവം എൻ്റെ ജീവിതത്തിൽ വന്നോട്ടെ, എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും ദൂത് മനസ്സിലാക്കി ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. കഷ്ടത എൻ്റെ ജീവിതത്തിൽ വന്നാലും, പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ വന്നാലും, ഉപദ്രവം എൻ്റെ ജീവിതത്തിൽ വന്നാലും, ആപത്ത് വന്നാലും കഷ്ടത മാറാനല്ല ഞാൻ പ്രാർത്ഥിക്കുന്നേ, എൻ്റെ കൃപ മതി കുഞ്ഞേ.
ഉടലബര ഹദനമന ഹംദര അർത്ഥര പ്രൗഢമന ഘടകതന. നിന്റെ രോഗത്തെക്കാൾ വലുതാണ് ഞാൻ തരുന്ന ദൈവകൃപ. നിന്റെ ക്ഷീണത്തെക്കാൾ വലുതാ ഞാൻ തരുന്ന ദൈവകൃപ. നിന്റെ ആര്യം നിരാശയേക്കാൾ വലുതാണ് ഞാൻ തരുന്ന ദൈവകൃപ. കട്ടറയ്ക്കകത്ത് ഉടമന ഹംദര ജീവിതം തീരത്തില്ല. നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാ. ഈ ഹോളിൽ ഭയങ്കര ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നുണ്ട്. അത് ആത്മാവിൽ കാണുന്ന ദൈവമക്കളുടെ അധരം ചലിപ്പിച്ചുകൊണ്ട് ഈ വചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലാകണം. എനിക്കറിയാം ഇന്ന് രാത്രി സംസാരിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തി നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ തലമുറകളിലേക്ക് ഇന്ന് രാത്രി ഇറങ്ങേണ്ടതിനായി ചൂടമാന വൈഡമാന ശംഭരാജ അടകരാജ വൈഡമാന ശംഭരച്ച മാനഘടക ചുടബലകര ചുടബലകര. ദൈവം കൊടുക്കുന്ന കഷ്ടതയ്ക്കകത്ത് ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ. ഭക്തനായ പൗലോസ് ഇങ്ങനെ പറയുന്നേ, അങ്ങനെ എൻ്റെ ബലഹീനതയിൽ, അങ്ങനെ എൻ്റെ കഷ്ടതയിൽ അതിസന്തോഷത്തോടെ ഞാൻ ആ കഷ്ടതയിൽ പ്രശംസിക്കുന്നു. കണ്ടോ, കഷ്ടത വന്നോട്ടെ അതിസന്തോഷത്തോടെ. ആ വാക്യം ഒന്ന് ആന്റി ഒന്ന് വായിച്ചേ. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. എന്റെ ബലഹീനതകളിൽ അതിസന്തോഷത്തോടെ. കഷ്ടത വരുമ്പോൾ സ്വത്രം ബലഹീനത വരും കേട്ടോ. റാമന ശതനമന അർത്ഥൽ ഖമന ഘടക ശമന ഘടക. എന്നാൽ നിന്റെ ബലഹീനതയിൽ പറഞ്ഞ് അതിസന്തോഷത്തോടെ പ്രശംസിക്കുന്നു. സ്വത്രം. ഹല്ലേലൂയ. ശലോമോൻ ഇങ്ങനെ പറയുന്നേ, 10-ാം വാക്യം, മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്ന കഷ്ടതകൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഭക്തൻ പറയുക അതിന്റെ 11-ാം വാക്യത്തിൽ, അവൻ സകലതും അതതിന്റെ സമയത്ത് പ്രവർത്തിക്കുന്നു. എത്ര പേർക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ, ജനിക്കാൻ ഒരു കാലമുണ്ട്, ഒരു സമയമുണ്ട്, ആ സമയത്തിന് പുറത്തു വരൂ. മരിക്കാനും ഒരു കാലമുണ്ട്. നടുവാൻ, നട്ടത് പറിക്കാൻ, കൊല്ലുവാൻ, കരയുവാൻ, നൃത്തം ചെയ്യാൻ, സന്തോഷിക്കാൻ, എല്ലാത്തിനും ഒരു സമയമുണ്ട്, ഒരു കാലമുണ്ട്. പക്ഷേ ഭക്തൻ പറയുന്നു, ദൈവിക പ്രവൃത്തിക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു സമയമില്ല. നിനക്കപ്പോൾ ദൈവപ്രവൃത്തി ആവശ്യമാണോ അപ്പോഴൊക്കെ ഇറങ്ങി വരുന്ന ദൈവപ്രവൃത്തി. ഓ റാബാന ഹദന ഘടക. മനസ്സിലാകുന്നവർ കർത്താവിനെ സ്തുതിച്ചോണം. ഉടകമന ഹംദര. ദൈവിക പ്രവൃത്തിക്കൊരു സീസൺ ഇല്ല, ദൈവിക പ്രവൃത്തിക്കൊരു കാലമില്ല, ദൈവിക പ്രവൃത്തിക്കൊരു സമയമില്ല. എപ്പോഴാണ് നിനക്ക് ദൈവിക പ്രവൃത്തി വെളിപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നു, അപ്പോൾ ദൈവ പ്രവൃത്തി നടന്നിരിക്കും. ഇന്ന് രാത്രിയിലും ആ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. നമ്മുടെ ഇഷ്ടത്തിനോ അറിയാം നമ്മുടെ സമയത്തോ അല്ല ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. പിന്നെ ദൈവത്തിനൊരു സമയമുണ്ട്, ആ സമയത്തെ ദൈവപ്രവൃത്തി വെളിപ്പെടൂ. എല്ലാത്തിനും ഒരു കാലമുണ്ട്, സമയമുണ്ട്. പക്ഷേ ഭക്തൻ പറയുക, ഇതിനെല്ലാത്തിനും ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. എന്നാൽ എനിക്കറിയാം അടുത്തത് ദൈവിക പ്രവൃത്തി അതാത് സമയത്തെ നടക്കൂ. ഒരു സീസണിലല്ല ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. നീ എപ്പോൾ ദൈവിക പ്രവൃത്തി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അപ്പോൾ സാഹചര്യങ്ങൾ നിനക്ക് വിപരീതമാണെങ്കിലും അവിടെ ഇറങ്ങി ദൈവം പ്രവർത്തിച്ചിരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അവരെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുക. ദൈവിക പ്രവൃത്തിയെ ബ്ലോക്ക് ചെയ്യാൻ ഒരു അന്ധകാര ശക്തിക്കും കഴിയത്തില്ല. എത്ര പ്രതിസന്ധികൾക്കിടയിലാണെങ്കിലും ദൈവം നിന്നെ വിടുവിക്കണമെന്ന് കർത്താവിന് സമയമാകുമ്പോൾ ദൈവം നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരും. ചൂടമാന രാമനച്ചരാര ബന്ധനംബ രാജനഗര ഗദല ചൂടബാല ശംധമാന ജാനധാര
ഉടക മനക രഗത നഗര. യേശുവിന്റെ നാമത്തിൽ ചില ദൈവിക പ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടുകയാ. ചേട്ട ഉദരത്തിന് മേൽ ദൈവശക്തി ഇറങ്ങുക, ചേട്ട ശരീരത്തിന് മേൽ ദൈവപ്രവൃത്തി ഇറങ്ങുക. ഉടകമന ഹന്തര ജഗൽഖമന. ശത്രു പറയും വേണ്ട, ഇപ്പോൾ ഇറങ്ങണ്ട, ദൈവിക പ്രവൃത്തി വേണ്ട എന്ന് ശത്രു പറയുമ്പോൾ നോ, അത് ഈ നിന്റെ സമയമാണിത്, നിന്റെ സീസണാ. ഉടമന ദൈവിക പ്രവൃത്തി വെളിപ്പെടുന്ന ഒരു സമയം. കൃപ 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 കൃപ. അതത് സമയത്ത്, സകലവും അതതിന്റെ സമയത്ത്. കണ്ടോ സ്തോത്രം. എല്ലാത്തിനും ഒരു കാലം ഉണ്ടെന്ന് പഠിപ്പിക്കുമ്പം അന്നെ നീ കരയുന്ന 10 മക്കളെക്കാൾ ഞാൻ ശ്രേഷ്ഠനല്ലേ. അതിൻ്റെ അർത്ഥം ഇതാണ്, നിനക്ക് മക്കളില്ലെങ്കിലും കുഴപ്പമില്ല, നിനക്ക് ഞാനുണ്ടല്ലോ. അവൾ ഓടി എങ്ങോട്ടാ ചെല്ലുന്നെന്നറിയാവോ? ആലയത്തിലേക്കാ. സ്തോത്രം. പെനീനയുടെ വാക്കുകൾ കേട്ട് ഒരു അമ്പ് പോലെ ഹൃദയത്തിൽ പതിച്ചിട്ട് ഭവനത്തിലെ നിന്ദകൾ സ്തോത്രം വഹിച്ചുകൊണ്ട് അവൾ ആലയത്തിലോട്ടാ വന്നേ. ആലയത്തിലോട്ട് വന്നിട്ടും സ്തോത്രം ഏലി പുരോഹിതൻ വിട്ടില്ല. ഹല്ലേലൂയ. നീ വീഞ്ഞു കുടിച്ച് മത്തയായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആലയത്തിലും അവൾക്ക് പഴിയാ. സ്തോത്രം. പെനീനയുടെ വാക്കുകൾ കേട്ടാ മടുത്ത് വന്നേ. ആലയത്തിൽ വന്നിട്ട് പച്ച മലയാളത്തിൽ പറഞ്ഞ നീ ഒരു മദ്യപാനി എന്നാണ് ആരെ നോക്കി പറഞ്ഞേ? ഏലി പുരോഹിതൻ ആരെ നോക്കി പറഞ്ഞു? അന്നയെ നോക്കി പറഞ്ഞു, നീ മദ്യം കുടിച്ച് വീഞ്ഞു കുടിച്ച് മത്തയായിരിക്കുക. അതിൻ്റെ അർത്ഥം സ്വത്രം നീ ഒരു തികഞ്ഞ മദ്യപാനി ആയിരിക്കാമെന്നായിരിക്കും. അവൾ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞോ? എല്ലാവരും ഉണ്ടോ ഇവിടെ? നമ്മളായിരുന്നെങ്കിലോ? സ്തോത്രം പോയ പോക്കേ. നമ്മളായിരുന്നെങ്കിലും നമ്മളെ എന്തെങ്കിലും പറഞ്ഞാൽ, ദൈവദാസൻ എന്തെങ്കിലും പറഞ്ഞാൽ സ്തോത്രം നമ്മൾ പറയും നമ്മോട് മാത്രമായിരുന്നു, എന്നെ നോക്കി തന്നെ പറഞ്ഞ ഈ ആരാധന ഒന്ന് കഴിയട്ടെ, ഞാൻ ചോദിച്ചിട്ട് തന്നെ. എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ അല്ലേ? പക്ഷെ അന്ന അതൊന്നും പറഞ്ഞില്ല. യജമാനനെ, ഞാൻ വീഞ്ഞും മദ്യം ഒന്നും കുടിച്ചിട്ടില്ല, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാ, എൻ്റെ ഹൃദയം കാണാൻ നിനക്ക് കഴിയത്തില്ല. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ദേവാലയത്തിൻ്റെ അകത്തളത്തിൽ അവൾ കടന്നു വന്നു. അവളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു. ശൗമേൻ്റെ 1-ാം പുസ്തകത്തിൽ കാണുമ്പോൾ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു. പക്ഷേ 2-ാം അധ്യായത്തിൽ അവളുടെ ചരിത്രം ദൈവം മാറ്റി. 1-ാം അധ്യായത്തിൽ കരഞ്ഞെങ്കിൽ 2-ാം അധ്യായത്തിൽ അവിടെ ചരിത്രം മാറി. 1-ാം അധ്യായത്തിൽ ഏത് ഹൃദയമാണോ ഉടഞ്ഞത്, ഏത് ഹൃദയമാണോ ഹാരിയ ദൈവസന്നിധി പകർന്നേ, ആ ഹൃദയത്തെ തന്നെ 2-ാം അധ്യായത്തിൽ പറയുക, എന്റെ ഹൃദയം ദൈവത്തിൽ ആനന്ദിക്കുന്നു. എവിടെ തകർന്ന ഹൃദയമുണ്ട് അവിടെ പണിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഹാലേലൂയ. 1-ാം അധ്യായത്തിൽ കരഞ്ഞ ഹന്നയ്ക്ക് വേണ്ടി ഉടമന 2-ാം അധ്യായത്തിൽ അവിടെ ചരിത്രം മാറ്റാൻ തുടങ്ങി. അവിടെ അധ്യായം ഉടമന ഹന്തര തുറക്കുവാൻ തുടങ്ങി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ശത്രു അത് അടച്ചു കളഞ്ഞ ചില അധ്യായങ്ങളെ ഇന്ന് രാത്രി ദൈവാത്മാവ് നിനക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി തുറക്കുന്ന രാത്രിയാണ്. അവിടെ ശ്രേഷ്ഠമായ ഒരു വാചകം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണേ, അത് വീട്ടിൽ പോയി വായിച്ചോണം. ഹന്നയുടെ ഗർഭപാത്രത്തെ ദൈവം തുറന്നു. അപ്പൊ അടച്ചതാരാ? ദൈവം തന്നെ. ഹലോ, ഹന്നയുടെ ഗർഭപാത്രത്തെ ദൈവം തുറന്നു. ശൗമേന്റെ 1-ാം പുസ്തകത്തിൽ കിടപ്പുണ്ട്. സ്തോത്രം. 1 ശൗമേൽ. സ്തോത്രം. ആരും എടുത്ത് വായിക്കണ്ട, ഞാൻ പറഞ്ഞു വിടാം. സ്തോത്രം. ഹന്നയുടെ ഗർഭപാത്രത്തെ ദൈവം തുറന്നു. അപ്പൊ അടച്ചതാരാ? ദൈവം തന്നെയാണ് അടച്ചത്. സ്തോത്രം. ഞാൻ ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, നീ നേരത്തെ ഹന്നയുടെ ഗർഭപാത്രത്തെ തുറന്നു കൊടുത്തിരുന്നെങ്കിൽ പെനീനയുടെ വാക്കുകൾ കേട്ട് അവൾ വല്ലാതെ ഭാരപ്പെടുമായിരുന്നോ? കർത്താവേ, നേരത്തെ അങ്ങ് ഗർഭപാത്രം തുറന്നു കൊടുത്താൽ പോരായിരുന്നോ? കർത്താവ് എന്നോട് പറയും, ജെയിംസ് യോഹന്നാൻ, ഹല്ലേലൂയ, ഞാൻ ഹന്നയുടെ ഗർഭപാത്രത്തെ നേരത്തെ തുറന്നിരുന്നെങ്കിൽ അവൾ ആലയത്തിൽ വരില്ല.
യെസ് യെസ് യെസ്. ഞാൻ ഗർഭപാത്രത്തെ നേരത്തെ തുറന്നിരുന്നെങ്കിൽ ആലയത്തിൽ കടന്നു വന്നവൾ തീരുമാനമെടുക്കില്ല. ആലയത്തിൽ വരുവാനും ദൈവത്തെ അറിയാനും പുതിയ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതിന് വേണ്ടി ഞാൻ അല്പമായി ഉടമൻ അടച്ചെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് സമയമായപ്പോൾ എൻ്റെ ആലയത്തിൽ കടന്നു വന്ന് എന്നോട് ചില തീരുമാനങ്ങൾ, പ്രതിഷ്ഠകൾ എടുത്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ സമയമായി അതത് സമയത്തെ ഞാൻ പ്രവർത്തിക്കും. റാമന മനസ്സിലാകുന്നവർ കർത്താവിനെ ആരാധിച്ചോണം കേട്ടോ. ഈ വചനത്തിന്റെ ശക്തി നമുക്ക് തോന്നും, ദൈവമേ കഴിഞ്ഞ മാസം എന്താ പ്രവർത്തിക്കാഞ്ഞേ, എനിക്ക് വേണ്ടി എന്താ പ്രവർത്തിക്കാഞ്ഞേ. കുഞ്ഞെ, പരിശുദ്ധാത്മ പറയുന്നു, ഇനി തുറക്കാൻ പോകുന്ന പാതകൾ ഉടമന അതതിന്റെ സമയമായി, അത് ദൈവിക പ്രവൃത്തി എന്ന പോലെ നീ കാണാൻ പോകുകയാ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആരും കാണാതെ അകത്തളത്തിൽ കരഞ്ഞ ഹന്നയ്ക്ക് വേണ്ടി മറുപടി വരുന്നത് എല്ലാവരും കാണുക ഒരു വിടുതലാ. നീ റൂമിന്റെ ഉള്ളറയിൽ ഉടമന കരഞ്ഞ വിഷയത്തിൽ മറുപടി വരുന്നത് പരസ്യമായ സ്വോത്രം. ഫ്ലെബിനെ, പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് രാത്രി മോനോട് ദൂത് പറയുന്നു, നീ കാണാൻ പോകുന്നത് ഒരു നന്മയാ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. എല്ലാവരും കാണത്തക്കതായ ഒരു വിടുതൽ ദൂതേറ്റെടുത്തോ. എല്ലാവരും കാണത്തക്കതായ ഒരു വിടുതൽ ഉടകമന സഭയിൽ വന്ന് സാക്ഷ്യം പറയത്തക്ക നിലവാരങ്ങളിൽ ദൈവം എൻ്റെ മേൽ പ്രവർത്തിച്ചു എന്ന് പറയത്തക്ക നിലവാരങ്ങളിലുള്ള അത്ഭുതങ്ങൾ ദൈവം ചെയ്തു. നീ അത് പ്രാപിക്കാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് പറയുന്നു. ചില മാസങ്ങൾ തടഞ്ഞെങ്കിൽ കിട്ടാൻ പോകുന്ന നന്മ അത് ദൈവത്തിന്റെ സമയത്ത്. ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന വിശ്വസ്ത പ്രവാചകൻ ഹന്നയുടെ ഉദരത്തിൽ നിന്നും പുറത്തു വന്നു. പെനീനയ്ക്ക് മക്കളുണ്ട്, പക്ഷേ ഹന്നയുടെ മകൻ ഇസ്രായേലിലെ സമുന്നതനായ ഒന്നാമത്തെ രാജാവായ ശൗലിനെ നീക്കം ചെയ്തിട്ട് പകരം ഇശായിയുടെ ഭവനത്തിൽ നിന്നും ദാവീദിനെ അഭിഷേകം ചെയ്യാൻ ദൈവം അവനെ ഉപയോഗിച്ചു. ഈ തലമുറയിൽ നമ്മുടെ തലമുറകളെ ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ, അതിന് ദൈവത്തിന്റെ സമയമായി, അതിന് ദൈവത്തിന്റെ നിയോഗമായി. ഉടമനഹന്തര പട്ടണങ്ങൾക്ക് രാഷ്ട്രങ്ങൾക്ക് ഗ്രാമങ്ങൾക്ക് ഒരു ദൈവ പ്രവർത്തി നിന്റെ കൂടാരത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് പറയുമ്പോൾ സ്തോത്രം ചെയ്ത് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വട്ടം ജനം എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. അവരെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയും. കിട്ടുന്ന നന്മ, കരഞ്ഞ വിഷയത്തിന് കിട്ടുന്ന നന്മ ആരും കാണാതെ, ആരും കേൾക്കാതെ ഉള്ളറയിൽ കരഞ്ഞ വിഷയത്തിന് പരസ്യമായി, രഹസ്യമായി നീ കരഞ്ഞ വിഷയം പരസ്യമായി ദൈവം മറുപടി നൽകി മാനിക്കാൻ പോകുകയാണ്. പ്രൗഢമന എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? പരസ്യമായി പറഞ്ഞേ, എൻ്റെ വിഷയത്തിന് എൻ്റെ തലമുറകൾക്ക് പരസ്യമായി ഒരു മറുപടി നൽകി മാനിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതകളെ ഓർത്ത് ദൈവം സകലവും അതതിൻ്റെ സമയത്താണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ജനത്തിൻ്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ, കണ്ടോ, തലേ രാത്രിയിൽ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ജനത്തിൻ്റെ മുൻപിൽ ആരെ നിർത്തും? പത്രോസിനെ നിർത്തും. സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുക. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുക. ആരെ വിടുവിക്കണം? പത്രോസിനെ വിടുവിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. നാളെ ജനത്തിൻ്റെ മുൻപിൽ നിർത്തും. പിന്നെ വിധി പറയുന്നത് ജനമാ. അനുകൂലമാകുന്ന ഒരു വിധി പത്രോസിന് വരില്ല. ഇത് ദൈവം മനസ്സിലാക്കിയപ്പോൾ ജനത്തിൻ്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ ദൈവത്തിനറിയാം പിറ്റേ ദിവസം ജനമാ വിധി പറയുന്നേ. യാക്കോബിനെ കൊന്നതുപോലെ ഇവനെ കൊല്ലാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ സ്വത്രം വിഷയം കിടക്കുന്ന സ്ഥലം എവിടാ? ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത കാരാഗ്രഹം.
ഹല്ലേലൂയ. ഒരു മനുഷ്യനും വിടുവിച്ചു കൊണ്ടുവരുവാൻ കഴിയാത്ത സ്ഥലം കാരാഗ്രഹം. എന്നാൽ ദൂതന് വിഷയമല്ല കാരാഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ അതിശക്തിയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത, ഒരു മനുഷ്യനും ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത കാരാഗ്രഹത്തിലേക്ക് ദൂതൻ ഇറങ്ങി. ദൈവത്തിന്റെ സമയമായിരുന്നു അത്. തലേ രാത്രിയിൽ എന്ന് പറഞ്ഞാൽ ജനത്തിന്റെ മുൻപിൽ നിർത്തി ജനം വിധി പറഞ്ഞ് അവിടെ ഇറങ്ങിയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഒരു വിഷയത്തിൽ അകപ്പെടാതെ തലേ രാത്രിയിൽ അത് ദൈവത്തിന്റെ സമയമാ കുഞ്ഞ്, ദൈവത്തിന്റെ സമയമാ അത്. തലേ രാത്രിയിൽ ദൂതൻ ഇറങ്ങി ബന്ധിക്കപ്പെട്ട പത്രോസിന്റെ ശരീരത്തിൽ കരം വെച്ചപ്പോൾ ശ്രദ്ധിച്ച ഹേരോദാവ് ബന്ധിച്ച ബന്ധനങ്ങൾ അഴിഞ്ഞു മാറി ചില ദൈവിക നിയോഗങ്ങളുടെ കരം വെളിപ്പെട്ടു. ഒന്നാം കാവലും രണ്ടാം കാവലും കഴിഞ്ഞ് മൂന്നാം കാവൽ സ്വത്രം അതിന്റെ മുൻപിൽ വെളിപ്പെട്ടത് ഇരുമ്പുവാതൽ. സ്വത്രം എന്താ അതിന്റെ ഭീകരത എന്നറിയാമോ? ഇരുമ്പുവാതിൽ ഒരു മനുഷ്യനും തകർക്കാൻ കഴിയത്തില്ല. ഇരുമ്പുവാതല നിന്റെ മുൻപിൽ നിൽക്കുന്ന ചില ഇരുമ്പുവാതിൽ ദൈവിക പ്രവർത്തിക്ക് തടസ്സമായി നിൽക്കുന്ന ഇരുമ്പുവാതിൽ എന്ന സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം ദൂതൻ മുൻപേ പോയിട്ട് ഇരുമ്പുവാതിൽ നിനക്ക് വേണ്ടി സ്വയം തുറന്നു. അതത് സമയത്ത് ഞാൻ പ്രവർത്തിക്കുന്ന അതത് സമയത്ത് ഒരു കാര്യം കൂടെ ഞാൻ അവിടെ ദൂതായി പറയാം, ശ്രദ്ധിക്കണേ. ഇരുമ്പ് വാതിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പട്ടണമാണ്. അപ്പോൾ സ്വത്രം ഇവനെ പട്ടണത്തിൽ സ്വത്രം പ്രവേശിപ്പിക്കുവാൻ കഴിയാതെ, ഈ ദൂത് ശക്തിയോടെ ഏറ്റെടുത്ത് നിങ്ങൾ ആത്മാവിൽ ആരാധിച്ചോണം. പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ, സ്വത്രം പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ, പട്ടണത്തിലെ നന്മ അനുഭവിക്കരുതെന്ന് പറഞ്ഞ് ഉടമന പോരാടി വാദിക്കുന്ന ചില ഇരുമ്പുവാതൽ പട്ടണ പ്രവേശനത്തിന് മുൻപായി ഉടമന ശത്രു ഒരുക്കുന്ന ചില ഇരുമ്പുവാതൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, സമയത്തിറങ്ങി പ്രവർത്തിക്കുന്ന ദൈവം ആ ഇരുമ്പ് വാതിൽ അവർക്ക് വേണ്ടി സ്വയം തുറന്നിട്ട് പട്ടണത്തിലെ നന്മ അനുഭവിക്കത്തക്ക നിലവാരങ്ങൾ. നമ്മുടെ യുവജനങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, പട്ടണങ്ങളിലേക്ക് പോകാൻ കഴിയാതെ, രാജ്യങ്ങളിലേക്ക് പോകാൻ കഴിയാതെ അവിടുത്തെ നന്മ അനുഭവിക്കരുതെന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ച ശത്രുവിന്റെ പോരുകൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഈ രണ്ടാം ദിവസം ഖണ്ഡിക്കുന്നു. രാജ്യങ്ങളുടെ നന്മയും പട്ടണങ്ങളുടെ നന്മയും നമ്മുടെ തലമുറകൾ അനുഭവിക്കത്തക്ക രീതിയിൽ അതാത് സമയത്ത് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിൽ വെളിപ്പെട്ടിട്ടുണ്ട്. ആ വാതിൽ കഴിഞ്ഞാൽ പട്ടണത്തിലെത്തിയപ്പോൾ ദൂതൻ പോയി, സുബോധം വന്നവൻ എങ്ങോട്ടാ പോയേ? പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്ഥലത്തേക്ക്. ശ്രദ്ധിച്ചേ, പത്രോസിനെ വിടുവിക്കണമെന്ന് രാവിലെ മുതൽ പ്രാർത്ഥന ഇങ്ങനെ തുടങ്ങുക. രോധ ഉൾപ്പെടുന്ന ഭവനത്തിൽ പ്രാർത്ഥന ഉയരുകയാ. പത്രോസിനെ വിടുവിക്കണം, സഭ പത്രോസിനെ വിടുവിക്കണമെന്ന് പ്രാർത്ഥന. ഒരു കാര്യം പറയാ, പ്രാർത്ഥിച്ച് പ്രാർത്ഥന ആശീർവാദം പറയുന്നതിന് മുൻപ് പ്രാർത്ഥനയുടെ മറുപടി ഡോറിൽ വന്ന് മുട്ടുകയാ. ഇന്ന് രാത്രി ദൈവസഭയോട് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു, പ്രാർത്ഥിച്ചിട്ട പല വിഷയങ്ങൾക്കും മറുപടി ഡോറിൽ വന്ന് മുട്ടുകയാ. പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുൻപ് ഈ രണ്ടാം ദിവസം പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് പറയുന്നു. മൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സന്തോഷത്തിന്റെ വാർത്തകൾ കേൾക്കത്തക്ക നിലവാരങ്ങളിൽ ചില ദൈവിക പ്രവൃത്തി ശക്തമായി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പോരാ ശക്തിയോടെ പട്ടണത്തിലെ നന്മ പ്രാർത്ഥിച്ച് പ്രാർത്ഥന ആശീർവാദം പറയുന്നതിന് മുൻപ് പ്രാർത്ഥനയുടെ മറുപടി ഡോറിൽ വന്ന് മുട്ടുകയോ. ഹേരോദാവിന്റെ ബന്ധനങ്ങളെ തകർത്തുകൊണ്ട് അവനെ പുറത്തു കൊണ്ടുവന്ന് അതാത് സമയത്ത് ഞാൻ പ്രവർത്തിച്ചു. ദൈവം പ്രവർത്തിക്കുന്ന അതാത് സമയത്താ. നമ്മുടെ സമയത്താണോ?
അതാത് സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവപ്രവർത്തിക്ക് 2 പ്രത്യേകതയുണ്ട്. എത്ര പ്രത്യേകതയാ? 2 പ്രത്യേകത. ഒന്ന് ആ വാക്യത്തിന്റെ കാണുന്നുണ്ട്. അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. ഭംഗിയായി ചെയ്തു. എങ്ങനെ ചെയ്തു? ഭംഗിയായി. ഇംഗ്ലീഷിൽ ദി ബ്യൂട്ടിഫുൾ എന്നാ കാണുന്നത്. ബ്യൂട്ടിഫുൾ, ഭംഗിയായി. ദൈവപ്രവർത്തിയുടെ ഒന്നാമത്തെ പ്രത്യേകത അത് ഭംഗിയായിട്ട് ചെയ്യും. ജീവിതത്തിൽ പുറകോട്ടൊന്ന് ചിന്തിച്ചേ, ദൈവം ഭംഗിയായിട്ടല്ലേ കാര്യങ്ങളെ ചെയ്തേ? നിന്നെ ഇതുവരെ കൊണ്ടുവന്നത് ഭംഗിയായിട്ടാണ്. നിന്റെ തലമുറകളെ ഭംഗിയായിട്ട്, നിന്റെ മാതാപിതാക്കളെ ഭംഗിയായിട്ട്. കഴിവല്ല കേട്ടോ, കഴിവല്ല, മിടുക്കല്ല. ദൈവം കൊണ്ടുവന്നത് ഭംഗിയായിട്ടാണെന്ന് പറയുമ്പോൾ എത്ര പേർക്ക് ഈ ഉപവാസ പ്രാർത്ഥന, ഈ സ്തോത്രം പറഞ്ഞ് ആത്മാവിൽ ആരാധിക്കാൻ കഴിയും? അത് ഭംഗിയായിട്ട് ചെയ്തു. ദ ബ്യൂട്ടിഫുള്ളായി. ദൈവം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒന്നാമത്തെ പ്രത്യേകതയാണ്, പറഞ്ഞ മോനെ മുറുക്ക പറഞ്ഞേ, ഭംഗിയായിട്ട് ചെയ്യും. ഭംഗിയായിട്ട്. വിശ്വസിച്ചോ? ഭംഗിയായിട്ട് കർത്താവ് ചെയ്യാൻ പോവാ. ഭംഗിയായിട്ട് ചെയ്യും. ഭംഗിയായിട്ട്. കാനാവിലെ വിവാഹ വീട്ടിലെ കുടുംബത്തിന്റെ തല ഒരിക്കലും ഉയരത്തില്ലെന്ന് പറഞ്ഞ്, അല്ലേ? എത്ര തലമുറകൾ മാറി 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 വന്നാലും വിവാഹത്തിന് ഭക്ഷണ സാധനങ്ങൾ തീർന്നുപോയി എന്ന് പറയുന്നത് ഒരു അപമാനിക്കപ്പെടുന്ന വിഷയമാണ്. അതെത്ര തലമുറ മാറി മാറി വന്നാലും ആ പേര് ദോഷം നിലനിൽക്കും. ശരിയല്ലേ? കാനാവിലെ വിവാഹത്തിലും അങ്ങനെ വീഞ്ഞ് തീർന്നുപോയി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർന്നുപോയി. ഹല്ലേലൂയ. യേശു എന്താ അവിടെ ചെയ്തത് നമുക്കറിയാം. യേശു എന്താ ചെയ്തേ? പുറംപറമ്പിൽ എറിയപ്പെട്ട 6 കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. യേശു കർത്താവ് അങ്ങോട്ട് ചെന്നിട്ട് ആ വെള്ളത്തിൽ നോക്കി. ഗുണമില്ലാത്ത പച്ചവെള്ളം, നിറമില്ലാത്ത പച്ചവെള്ളം. ആ നോട്ടത്തിൽ ഗുണമുള്ള നിറമുള്ള വീഞ്ഞായി പുറത്തു വന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് രാത്രിയിലും കർത്താവ് നമ്മെ നോക്കുക. കർത്താവ് നോക്കുമ്പോൾ അത് ഭംഗിയായിട്ട് കർത്താവ് ചെയ്യും. കർത്താവ് നോക്കുമ്പോൾ നിന്റെ സ്വഭാവത്തിന് വ്യത്യാസം വരും. കർത്താവ് നോക്കുമ്പോൾ നിന്റെ ആരാധനയ്ക്ക് വ്യത്യാസം വരും. നിന്റെ സ്തോത്രത്തിന് വ്യത്യാസം വരും. ഉടകമനം മറ്റുള്ളവരെ രുചിപ്പിക്കത്തക്ക നിലവാരങ്ങളിൽ, മറ്റുള്ളവരെ സന്തോഷിക്കത്തക്ക നിലവാരങ്ങളിൽ ഭംഗിയായിട്ട് കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഇന്ന് രാത്രി കർത്താവ് നമ്മെ നോക്കുക. വീട്ടിൽ ചെയ്ത അത്ഭുതം നാട്ടിൽ പകർന്നു. വീട്ടിൽ ചെയ്ത അത്ഭുതം പട്ടണത്തിൽ സ്വത്രം ശ്രുതിയായി. എന്നാ ശ്രുതി? സ്വത്രം പട്ടണങ്ങളിൽ നിന്നും, സ്വത്രം ഗ്രാമങ്ങളിൽ നിന്നും അവിടെ ആൾക്കാർ കല്യാണത്തിന് വന്നിട്ടുണ്ട്. സ്വത്രം അവർ ചെന്ന് പറഞ്ഞു, യേശു ചെയ്ത അത്ഭുതം. അങ്ങനെയാണെങ്കിൽ ഈ PMG ദൈവസഭയെ നോക്കി പരിശുദ്ധാത്മാ പറയുന്നു, ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളും ഇവിടെ നടക്കുന്ന ദൈവശക്തിയെ പറ്റിയും പട്ടണങ്ങളിൽ ശ്രുതിയാകത്തക്ക നിലവാരങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി ചലിക്കുകയാണെന്ന് പറയുമ്പോൾ സ്വത്രം പറഞ്ഞ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചോണം. നമ്മളുടെ ശ്രുതി ദേശാന്തരങ്ങളിൽ പട്ടണങ്ങൾ തോറും ഗ്രാമങ്ങൾ തോറും കുടുംബങ്ങൾ തോറും ദൈവം ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളെയും പറ്റി പറയുന്ന ഒരു വട്ടം ജനം സാധാരണ വിവാഹത്തിനൊക്കെ കട്ടി കൂടിയ വീഞ്ഞ് ആദ്യം കൊടുത്തിട്ട് തലയ്ക്ക് പിടിച്ചെന്ന് കരുതി എളുപ്പമുള്ള വീഞ്ഞ് കൊടുക്കും. സാധാരണ അങ്ങനെ നടക്കുന്നത്. പക്ഷേ ഈ കാനാവിലെ വിവാഹ വീട്ടിൽ വ്യത്യസ്തമാണ്. ആദ്യം ഇളപ്പമുള്ള വീഞ്ഞ് കൊടുത്ത്, സ്തോത്രം, ഹല്ലേലൂയ,
ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ആ വീഞ്ഞ് വിരുന്നുവാഴി രുചിച്ചു നോക്കിയാറ ഇങ്ങനെ പറഞ്ഞു, അത് ഇതുവരെ ഇതെവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നു, ഇതുവരെ ഇത് എവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഇത്ര കട്ടിയായ, ഇത്ര മാധുര്യമേറിയ, ഇത്ര ഭംഗിയായ വീഞ്ഞ് നിങ്ങൾ എവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നു? ദൈവം എന്തെങ്കിലും ചെയ്താൽ അത് ഭംഗിയായിട്ട് ചെയ്യും. പറ, അത് ഭംഗിയായിട്ട് ചെയ്യും. മറ്റുള്ളവർക്ക് ഗുണകരമായി, മറ്റുള്ളവർ രുചിക്കത്തക്ക നിലവാരങ്ങളിൽ ഒരു ദൈവപ്രവൃത്തിയുടെ കരം വെളിപ്പെട്ടു വരുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പറ, ദൈവിക പ്രവൃത്തിയുടെ ഒന്നാമത്തെ പ്രത്യേകത അത് ഭംഗിയായിട്ട് ചെയ്യും. ഓ രാമന ചല ധര മന ശമന ഘടക ധുനിയ ഹന്തൽ ഖമന ഘടക ദുരാജക പ്രൗഢമന ഘടക ധന ഘടക. ഭംഗിയായിട്ട് ഭംഗിയായിട്ട് ദൂതേറ്റെടുത്തോ ഭംഗിയായിട്ട് ആദ്യം നിന്റെ തലയെ കുനിപ്പിക്കാൻ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ഘടകമന ഘടകധന യേശുവിൻ്റെ അത്ഭുതം നിന്റെ കുടുംബത്തിലേക്ക്, യേശുവിൻ്റെ അത്ഭുതം നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കുഞ്ഞിന്റെ തല നിവരത്തില്ലെന്ന് വാദിക്കുമ്പോൾ ആദ്യ പരിശുദ്ധാത്മ പറയുന്നു, കുഞ്ഞെ നിന്റെ തല കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തത്തക്ക നിലവാരങ്ങളിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. അത് ഭംഗിയായിട്ട് ദൈവം ചെയ്യും. ദൈവപ്രവൃത്തിയുടെ രണ്ടാമത്തെ പ്രത്യേകത 14-ാം വാക്യം വായിക്കണം. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതം എന്ന് ഞാൻ അറിയുന്നു. 14-ാം വാക്യം, ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതം എന്ന് ഞാൻ അറിയുന്നു. ഒന്ന്, ദൈവം പ്രവർത്തിക്കുന്നത് അത് ഭംഗിയായിട്ട് ചെയ്യും. രണ്ട്, ദൈവം പ്രവർത്തിക്കുന്നത് ശാശ്വതമായി. എല്ലാരും പറഞ്ഞേ, ദൈവം പ്രവർത്തിക്കുന്നത് ശാശ്വതം. ശാശ്വതം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ? ഒരിക്കലും ആർക്കും മറിച്ചു കളയാൻ കഴിയാത്തത്, ഒരിക്കലും ആർക്കും മാറ്റിക്കളയാൻ കഴിയാത്ത ഒന്നാണ് ശാശ്വതം എന്ന വാക്കിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ദൈവം പ്രവർത്തിക്കുന്നത് നിലനിൽക്കുന്നതാ. ദൈവം പ്രവർത്തിക്കുന്നത് ആർക്കും മറിച്ചു കളയാൻ കഴിയാത്ത, ഒരു ശത്രുവിന്റെ പോരുകൾക്കും എടുത്തു കളയാൻ കഴിയാത്ത, അത് ശാശ്വതമായി അത് നിലനിൽക്കുന്നതായി കർത്താവിന്റെ പ്രവൃത്തിയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന ദൈവമക്കൾ അധരം തുറന്നാട്ടെ. അത് ശാശ്വതമായി തന്നെ ചെയ്യും. ശാശ്വതമായി. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചോണം. ഹാഗാറിനെ പറഞ്ഞയക്കിയ കൂടാരത്തിന് പുറത്ത് 3 കാര്യങ്ങൾ കൊടുത്താണ് അബ്രഹാം വിടുന്നത്. 1, തുരുത്തിയിലെ വെള്ളം. 2, അപ്പം. 3, തൻ്റെ രക്തത്തിൽ നിന്ന് പറഞ്ഞ മകൻ. ബേർശേബ മരുഭൂമിയിൽ കൂടെ ഉഴന്നുഴന്ന് നടന്നു. കുഞ്ഞിന് ദാഹിക്കുമ്പോൾ തുരുത്തിയിലെ വെള്ളം കൊടുക്കും. വിശക്കുമ്പോൾ അപ്പത്തിൽ നിന്നും അല്പം മുറിച്ച് കുഞ്ഞിൻ്റെ വായി കൊടുക്കും. പക്ഷേ അബ്രഹാം കരുതിയത് മരുഭൂമിയിൽ തീർന്നുപോയി, ശാശ്വതമല്ലായിരുന്നു. ഒന്നവൾ തുരുത്തിയിലേക്ക് നോക്കി, ദാഹജലമില്ല, മാറ്റിവെച്ചു. അപ്പക്കഷ്ടം തീർന്നുപോയി. അപ്പം വെക്കാൻ ഒരു കുട്ടയും കൂടെ കാണും. എൻ്റെ ഭാവനയാ, കുട്ട മാറ്റിവെച്ചു. ഇനി ഒരു കാര്യം, മാറ്റേണ്ട ഒരു കാര്യം, തൻ്റെ രക്തത്തിൽ നിന്ന് പറഞ്ഞ മകൻ, അവനെയും കൂടെ കുറുങ്കാട്ടിൽ ഉപേക്ഷിച്ച് കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ് വിഷയത്തിനെതിരെ ഇരുന്ന് ഉറക്കക്കരഞ്ഞു. അപ്പോൾ കുഞ്ഞ് മരിച്ചു പോകും. പൈതൻ്റെ നിലവിളി സ്വർഗം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം അവൾ കേട്ടു, ഹാഗറേ, വാട്ട് ഹാപ്പൻ യു? നിനക്കെന്താ പറ്റിയേ? ഹല്ലേലൂയ. ഈ ഹാഗറേ എന്നുള്ള വിളി അവൾ കേട്ടപ്പോൾ അവൾ ഓർത്ത്, എന്നെ അബ്രഹാം വിളിക്കാതിരിക്കാം, എന്നെ സാറ വിളിക്കാതിരിക്കാം. കാരണം പേരറിയാവുന്ന 2 പേരേ ഉള്ളൂ. എന്നാൽ അബ്രഹാം മറന്നുപോയ സ്ഥാനത്ത്, സാറ മറന്നുപോയ സ്ഥാനത്ത് ഹാഗാറേ എന്നുള്ള പേര് ഓർത്തു വെച്ച് കർത്താവ് വിളിച്ചു. അവൾ ചുറ്റും നോക്കി. ചുറ്റുന്നൊന്നുമല്ല വിളി വന്ന ഉയരത്തിന.
പൈതന്റെ നിലവിളി കേട്ട് ഹല്ലേലൂയ ആകാശത്ത് ദൂതൻ ഇറങ്ങിയിട്ട് പറയുക, ഭയപ്പെടേണ്ട ഹാഗാരേ, നിനക്ക് എന്ത് പറ്റി? നീ ഭയപ്പെടണ്ട. ദേ ആ കുഞ്ഞ് നീ വിചാരിക്കും മരിക്കുമെന്ന്, പക്ഷേ എൻ്റെ ദൂത് ഞാൻ നിറവേറാൻ പോകുക. ആ തളർന്നെടുക്കുന്ന കുഞ്ഞിനോട് ദൈവത്തിൻ്റെ ദൂത് പറയുന്നു, അവനെ ഞാൻ വലിയ ഒരു ജാതിയാക്കും. അവനെ ഞാൻ വലിയ ഒരു ജാതിയാക്കും. കണ്ടോ? അവനെ ഞാൻ വലിയ ഒരു ജാതിയാക്കും. എങ്ങനെ? മരിക്കാൻ അല്പനിമിഷോടെ കഴിയുമ്പോൾ മരിക്കുമെന്ന് പറഞ്ഞ കുഞ്ഞിനെ നോക്കി ദൂത് പറയുന്നു, അവനെ ഞാൻ വലിയ ജാതിയാക്കും. ജാതിയാക്കിയില്ലേ? വിദേശ രാജ്യങ്ങളിൽ ചെന്ന് അവരെ തട്ടിയിട്ടല്ലാതെ പോകാൻ നമുക്ക് കഴിയത്തില്ല. അതുപോലെ അവരുടെ സന്താനങ്ങളെ കർത്താവ് വർദ്ധിപ്പിക്കാൻ തുടങ്ങി. ചില വാഗ്ദത്തങ്ങൾ കൈമാറിയതിന് ശേഷം അവസാനം പറയുന്നു, ഞാനൊരു ഉറവ തുറന്നിട്ടുണ്ട്. എവിടാ ദൈവം ഉറവ തുറന്നേ? മരുഭൂമി. ഇനി ഞാൻ ചോദിക്കുന്നു, എവിടാ ദൈവം ഉറവ തുറന്നേ? അവളുടെ വിഷയം കടന്ന് എവിടാണോ, പൈതലാണ് അവിടെ വിഷയം. സ്തോത്രം. ഹാലി. അവിടെ വിഷയം പൈതലാണെങ്കിൽ അവിടെയാണ് ദൈവം ഉറവ തുറന്നേ. ഉടമന, നിങ്ങൾ ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ വിഷയത്തിൽ ഒരു ഉറവ തുറന്നെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ് ഒരു ദൂതേറ്റെടുത്തോണം. ഈ രണ്ടാമത്തെ ദിവസം പരിശുദ്ധാത്മാ പറയുന്നു, നമ്മുടെ വിഷയത്തിൽ ഒരു ഉറവ ദൈവം തുറന്നിട്ടുണ്ട്. ഉടമന സഹോദര വിശ്വസിച്ചോ? ഒരു ഉറവ തുറന്നിട്ടുണ്ട്. ഉടമന ഇതുവരെ കാണാത്ത ചില മണ്ഡലങ്ങളിലേക്ക് ഉടമന നിന്നെ കരം പിടിച്ച് വഴി നടത്താൻ പരിശുദ്ധാത്മാവിന് ചില പദ്ധതികൾ ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ദൂത് പറയുന്നു. അല്പനിമിഷം നന്ദിയോടെ സ്തോത്രം ചെയ്ത് ആത്മാവിലൊന്ന് ആരാധിച്ചാട്ടെ. മരിക്കുമെന്ന് പറഞ്ഞ കുഞ്ഞിനെ നോക്കി സ്വർഗം ദൂത് പറയുന്നു, ഇനി ആ കുഞ്ഞ് മരിക്കയില്ല, അതിന്റെ ജീവൻ പകരാൻ തുടങ്ങുക. ആത്മാവിൽ ചില ദൂതുകൾ ഞാൻ കൈമാറുകയാണ്. അസാധ്യമെന്ന് പറയുന്ന ചില വിഷയത്തെ ഇന്ന് പകരാത്രി പരിശുദ്ധാത്മാ പറയുന്നു, അതിനെ ജീവൻ വെച്ച് പുറത്തു കൊണ്ടുവരാൻ. നിന്നിലൊരു ദൈവപ്രവൃത്തി ഉണ്ട്. നിന്നിലൊരു ഉറവ തുറക്കും. രാജ്യങ്ങളെ നീ കീഴടക്കത്തക്ക നിലവാരങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി കുഞ്ഞ് നിന്നിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ്. ഭയങ്കര ദൈവ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുക. ഉടകവനെ വിട്ടുകൊടുത്തുകൊണ്ട് ആരാധിച്ചാണ് ഈ രണ്ടാം ദിവസം അത്ഭുതങ്ങളുടെ രാത്രിയാക്കി പരിശുദ്ധാത്മാവ് തീർക്കാൻ ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുക. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ ഒരു ഉറവ നിനക്ക് വേണ്ടി തുറക്കുക. നിന്റെ തലമുറകൾക്ക് വേണ്ടി ഒരു ഉറവ, നിന്റെ തലമുറകൾക്ക് വേണ്ടി ഒരു ഉറവ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞു. നിന്റെ തലമുറകൾക്ക് വേണ്ടി ഒരു ഉറവ. ഓ റഹ്മാന ശന്തര ഉടകമന ഗരക തുനിബിരി ഘടക പ്രൗഢമന ഹംദര അടരാ ജനക തുരബം ധലകം 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 ധരകം ധനകം. എവിടാണോ അവിടെ വിഷയം കിടന്നേ, എവിടാണോ അവിടെ വിഷയം കിടന്ന് അവിടെ 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 ഒരു ഉറവ അവന് വേണ്ടി ഞാൻ തുറന്നു. ഞാൻ നിങ്ങളോട് പറയുക, അന്ന് തുറക്കപ്പെട്ട ഉറവ അന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇല്ലേ? ആണോ? ഇന്നും അവിടെ ഉണ്ട്. എൻ്റെ നാട് കുട്ടനാടാ. ഒരു മഴ പെയ്താൽ വെള്ളവാ. പക്ഷേ വേനൽക്കാലത്ത് എല്ലാ തോടുകളുടെ വെള്ളം വറ്റും, കുളങ്ങളുടെ വെള്ളം വറ്റും, കിണറിലെ വെള്ളം വറ്റും. എന്നാൽ വേനൽക്കാലമായാലും മഴക്കാലമായാലും 24 മണിക്കൂറും ഹല്ലേലൂയ ഭൂമിയുടെ അന്തർഭാഗത്ത് നിന്ന് പൊങ്ങി വരുന്ന ഒരു ഉറവ ശാശ്വതമായി ഇന്നും അവിടെ ഉണ്ട്. നിനക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ ദൈവം വിഭാവനം ചെയ്യുന്ന ശാശ്വതമായ നന്മ
തുറന്ന് ഇന്ന് രാത്രിയിൽ ഒന്ന് പ്രാപിച്ചേ. കുഞ്ഞുങ്ങളുടെ മേലെ ശാശ്വതമാകുന്ന നന്മകൾ ദൈവം പ്രൊവൈഡ് ചെയ്യുകയാണ്. ശാശ്വതമായ നന്മ ശക്തിയോടെ അർത്ഥവന ശത്രു നിന്നെ തകർക്കാൻ രംഗത്ത് വരുമ്പോൾ ശാശ്വതമായത് എനിക്കറിയാം ഇതിനകത്ത് ചിലരെ ഇന്ന് രാത്രി ഉറവ ദൈവം തുറക്കുക. അത് ശാശ്വതമായ എവിടെ ഇറക്കി വിട്ടോ അവിടെ തന്നെ അവർ പാർത്തു. ദൈവം തുറന്ന ആ ജലത്തിൽ നിന്നും അവൻ കുടിച്ചു. ദൈവം പ്രവർത്തിക്കുന്നത് ശാശ്വതം. എൻ്റെ സമയം ഇവിടെ തീർന്നതിനാൽ ഞാൻ സ്വന്തം വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ദൈവം പ്രവർത്തിക്കുന്നത് അതാത് സമയത്തായിരിക്കും. ആ ദൈവ പ്രവർത്തിക്ക് രണ്ട് പ്രത്യേകത: ഒന്ന്, അത് ഭംഗിയായിട്ട് ചെയ്യും. രണ്ട്, അത് ശാശ്വതം. ഒരു ശത്രുവിനും മറിച്ചു കളയാൻ കഴിയാത്ത, ഒരു ശത്രുവിനും മൂടിക്കളയാൻ കഴിയാത്ത, ഒരു ശത്രുവിനും ഇല്ലാതാക്കാൻ കഴിയാത്ത ഒരു നന്മയുടെ ഉറവിടം ശാശ്വതമായി വാ തുറന്ന് പറ, എൻ്റെ ജീവിതത്തിൽ ഈ 2-ാം ദിവസം ശാശ്വതമായി അത് നിറവേറണം. ഞങ്ങളത് വിശ്വസിക്കുന്ന കർത്താവേ, അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒരു നന്മയ്ക്കായി ഒരു അടയാളമാക്കി. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ചെന്ന് ശുശ്രൂഷകൾക്ക് വേണ്ടി ക്ഷണിച്ച ദൈവദാസന്മാരോടും സഭയോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലകളെ വണക്കാം. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. രാത്രിയിലും കർത്താവിന്റെ ദാസനെ ശക്തമായി ദൈവം ഉപയോഗിച്ചതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് എല്ലാവർക്കും ദൈവത്തെ വാഴ്ത്താം. ഹല്ലേലൂയ. എല്ലാം അതതിൻ്റെ സമയത്ത് ദൈവം നന്നായി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം ഭംഗിയായി ചെയ്യുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുള്ളതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാറ്റിനും ഒരു സമയമുണ്ടല്ലോ. ആ സമയത്ത് അത് ചെയ്യുന്ന ദൈവം നമുക്ക് വേണ്ടി ഉണ്ട്. ഹന്നയുടെ ജീവിതത്തിൽ ദൈവം സമയത്ത് പ്രവർത്തിപ്പാനിടയായി. ഹല്ലേലൂയ. പത്രോസിന് വേണ്ടി ദൈവം സമയത്ത് പ്രവർത്തിപ്പാനിടയായി. മാത്രമല്ല, കർത്താവ് ഭംഗിയായി ചെയ്യുന്ന ദൈവമാണ്, ശാശ്വതമായി ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, കനാവിലെ കല്യാണത്തിന് ദൈവമെല്ലാം ഭംഗിയായി അത് ചെയ്യുവാനിടയായി. ഹല്ലേലൂയ. ഭംഗിയായി മാത്രമല്ല, നിലനിൽക്കുന്ന രീതിയിൽ ശക്തമായി ശാശ്വതമായി ചെയ്യുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഉള്ളതിനാൽ നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കേട്ട വചനത്തിന്റെ മുൻപിൽ നമുക്ക് ഒരു നിമിഷം നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, നിന്റെ സമയം എൻ്റെ ജീവിതത്തിൽ ചില വിഷയങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ അതെപ്പോഴാണ് എന്ന് ഒരു പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിന് എല്ലാറ്റിനും ഒരു കാലമുണ്ട്, ദൈവത്തിനൊരു സമയമുണ്ട്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, നിന്റെ സമയം ഇതാ അടുത്ത് വന്നിരിക്കുകയാണ്. അതെ, അത് നാളെയാണ്, അല്ലെങ്കിൽ അടുത്ത ദിനം നിനക്ക് വേണ്ടി അത് വെളിപ്പെടും. ദൈവം കുറിച്ച് വെച്ചിട്ടുള്ള ഒരു സമയമുണ്ട്. ആ സമയത്ത് നന്നായി ഭംഗിയായി ചെയ്യുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. ഇന്ന് രാത്രികാലം നമുക്ക് എല്ലാവർക്കും നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ ദാസനെ ഇന്ന് പകലിലും ഇന്ന് രാത്രിയിലും ശക്തമായി നമ്മുടെ മധ്യയിൽ ഉപയോഗിപ്പാനിടയായല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. തന്നെ ദൈവം കടത്തിവിടുന്ന എല്ലാ സ്ഥാനങ്ങളിലും ശക്തമായി ദൈവം പിന്നെയും ഉപയോഗിപ്പാൻ, അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, അനേകരുടെ ഉണർവിന് കാരണമായി തീരുവാൻ ദൈവം പിന്നെയും തന്നെ ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. തന്റെ പ്രവർത്തന മണ്ഡലങ്ങളെ, സഭയെ ദൈവം അനുഗ്രഹിപ്പാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഉപവസിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഒരു നിമിഷം സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ, സ്തോത്രം. വലിയൊരു പ്രവൃത്തി ദൈവം ഹല്ലേലൂയ, സ്തോത്രം, എല്ലാ ഇടങ്ങളിലും ദൈവം അയക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. പട്ടണത്തിലേക്കുള്ള വാതിൽ തുറന്നുവെങ്കിൽ ഈ ദിനങ്ങളിൽ ചില പട്ടണത്തിലേക്കുള്ള വഴികൾ ദൈവം തുറക്കുവാൻ
ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, പട്ടണത്തെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നാളത്തെ പ്രാർത്ഥനയും എല്ലാ നിലയിലും അനുഗ്രഹമായി തീരുവാൻ നമ്മെ തന്നെ സമർപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ എസ് രാജീവ് പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുകൾ മൂടാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. മൈറ്റി ലോർഡ്, വി പ്രൈസ് യു ലോർഡ്. ഹല്ലേലൂയ. Almighty Lord, we praise you, Lord, we praise you, Lord. Hallelujah, we glorify you, Lord. Hallelujah, 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 hallelujah. കർത്താവേ, ഈ ഉപവാസത്തിൻ്റെ രണ്ടാമത്തെ രാത്രികാലവും ഹല്ലേലൂയ തിരുമേനിയുടെ പാദപീഠത്തിൽ ഹല്ലേലൂയ ദൈവസഭയായി കർത്താവേ അവിടുത്തെ സഭ കടന്നു വരുവാൻ അപ്പച്ചൻ നൽകിയ വിലയേറിയ ഭാഗ്യത്തിനായി സ്തോത്രം, സ്തോത്രം. ആ മറിയ നല്ല അംശം തിരഞ്ഞെടുത്ത് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നത് പോലെ ദൈവസഭയ്ക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ ചുരുക്കം പേർക്കായി ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്ന് ദൈവത്തിൽ നിന്ന് ഹല്ലേലൂയ പ്രാപിക്കുവാൻ, ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ, ദൈവത്തിൽ നിന്ന് ശക്തി ഹല്ലേലൂയ പ്രാപിക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന വിലയേറിയ അവസരത്തിനായി സ്തോത്രം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമല്ലോ കർത്താവേ. ഈ ഉപവാസ പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ ശക്തി പുതുക്കുന്ന ഒരു ഉപവാസമായി, ആഴത്തിൽ ഒരു ശുദ്ധീകരണം പ്രാപിക്കുന്ന ഉപവാസമായി സ്വർഗത്തിലെ ദൈവം തീർക്കണമേ. അവിടുത്തെ വിലയേറിയ അഭിഷക്തനെ ഇന്ന് രാവിലെയും ഇന്ന് വൈകുന്നേരവും നടന്ന ശുശ്രൂഷകൾ ശക്തമായി അപ്പച്ചൻ അവിടുത്തെ കാര്യങ്ങളിൽ ഉപയോഗിച്ചതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, 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 സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, അവൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു, അവൻ നിന്റെ ജീവനനാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഒരു വലിയ വിടുതൽ സ്വർഗത്തിലെ ദൈവം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. അവരുടെ അഭിഷക്തനെ ശക്തമായി അവിടുത്തെ കരങ്ങൾ ഉപയോഗിച്ചതുകൊണ്ട് സ്തോത്രം. ദൈവം സകലതും അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു എന്ന് അവിടുന്ന് കേൾപ്പിച്ച് ഒന്നുകൂടെ ഞങ്ങൾക്ക് നൽകിയ ഉറപ്പിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ് കർത്താവേ. നാളുകളായി ദൈവസഭയായി ഹല്ലേലൂയ ദൈവജനം ദൈവദാസന്മാർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചും കരയും കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ അപ്പച്ചാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അതിൽ ഹല്ലേലൂയ ദൈവം തക്ക സമയത്ത് അതിന്റെ സമയത്ത് സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ തന്റെ പ്രവൃത്തി അറിയിക്കാൻ പോകുന്നതോട് ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങനെ ചെയ്യാൻ പോകുന്ന ദൈവ ശബ്ദത്തിനായി സ്തോത്രം, 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 സ്തോത്രം. അവിടെ നിന്ന് ഹല്ലേലൂയ താമസിച്ച് ചെയ്യുന്ന ദൈവമല്ല, അവിടെ നിന്ന് നേരത്തെയും ചെയ്യുന്ന ദൈവമല്ല, അവിടെ നിന്ന് തക്ക സമയത്ത് ചെയ്യുന്ന ദൈവമാണല്ലോ കർത്താവേ. ദർശനത്തിന് അവിടെ നിന്ന് ഒരു അവധി വെച്ചിരിക്കുന്നല്ലോ, അത് ഹല്ലേലൂയ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നല്ലോ. ആ തക്ക സമയത്തിന് സ്വർഗം അത് ചെയ്യാൻ പോകുന്നത് കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു കർത്താവേ. ഈ കേട്ട ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ അവിടെ നിന്ന് വെറുതെ അയച്ചതല്ലോ, അവിടെ നിന്ന് അയച്ച കാര്യം അവിടെ നിന്ന് സാധിപ്പിക്കുന്ന ദൈവമാണല്ലോ. ഈ നാളുകളിൽ അത് അതിൻ്റെതായി പൂർത്തീകരണം കണ്ട് സന്തോഷിപ്പാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കി തീർക്കണമേ. സഭയായി അനുഗ്രഹിക്കണമേ, കടന്നു വന്ന ജനത്തെ മറ്റുമായി അനുഗ്രഹിക്കണമേ. നാളെയും മറ്റന്നാളും നടക്കുന്ന ഉപവാസ പ്രാർത്ഥന എന്നിവ അനുഗ്രഹിക്കണം. അഭിഷക്തന്മാരെ ഹല്ലേലൂയ ശക്തമായി കരങ്ങൾ ഉപയോഗിക്കുകയാണ്. അവിടുത്തെ തിരുസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സകല വിഷയങ്ങളിലും തിരുമേനി മറുപടി അയക്കണമേ. അവിടുത്തെ കൽപ്പന പുറപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് തൊടുമാറാകണമേ. അങ്ങനെ തൊടാതെ ഒരാളെയും ഇവിടെ നയിക്കരുതേ കർത്താവേ. ഹല്ലേലൂയ കാത്തിരിക്കുന്നവർ ഹല്ലേലൂയ അവിടുന്ന് ശക്തി പുതുക്കട്ടെ. അവർ ഹല്ലേലൂയ അവരുടെ മുഖം പ്രകാശിതരായി തീരട്ടെ കർത്താവേ. ഒരു അത്ഭുതം അവിടുന്ന് ചെയ്യണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു. ഇവിടെ കേൾക്കണമേ പ്രിയ പിതാവേ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശ്വസിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും വിശേഷാൽ ഉപവസിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. ആമേൻ. വിശേഷാൽ
ഇന്ന് പകൽ രാത്രി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയിൽ കടന്നു വന്ന അനുഗ്രഹിത ശുശ്രൂഷ ചെയ്ത കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജെയിംസ് യോഹന്നാനോടുള്ള നന്ദി സഭയുടെ പേരിൽ ഇത്തരണത്തിൽ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ പകലും രാത്രിയിലും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷൈജു ഡാനിയൽ നമ്മുടെ മധ്യയിൽ ശുശ്രൂഷിക്കും. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും ഹല്ലേലൂയ കടന്നു വരിക, ഉപവാസത്തോടെ കടന്നു വരിക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.